കൂട്ടമായി വാങ്ങുന്ന അടക്കയിൽ നിന്നും ഒരു എനിക്ക് 1, മാഷുമാർക്ക് 6, മൊത്തം 7 ചായ. ചായ കണ്ടാനെ കൊണ്ടുപോകല്ലേ? സർവീസ് ചട്ടങ്ങളിലെ അതിനുള്ള വ്യവസ്ഥയില്ല. എനിക്കുള്ള ഇങ്ങോട്ട് വരട്ടെ, മാഷുമാർക്കുള്ള അങ്ങോട്ട് പോട്ടെ. അപ്പുണ്ണേ 1, 2, 3, 4. ഏറ്റവും കൂടുതൽ മുള കിട്ടുന്ന സ്ഥലം ഏതാണ്? സുധാകരൻ പറയും. നെക്സ്റ്റ് ഗുഡ്. എത്തിയില്ലോ നീറ്റൻ. എന്നാ പുണ്യ കല്യാണം എന്നായിരത്താ കഴിഞ്ഞ പോലെ തന്നെ അല്ലേ? പെണ്ണ് കൂടെ തന്നെയല്ലേ താമസം അല്ലേ അപ്പുണ്ണി? കല്യാണത്തിന് ക്ഷണിക്കില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് വേണം അപ്പുണ്ണിക്ക് താടിയൊക്കെ പഠിച്ചത് സുന്ദരനാവാൻ. ഒന്നുമില്ലെങ്കിലും നിനക്ക് നിന്റെ അപ്പുണ്ണേട്ടനെ എന്നും കണ്ടോണ്ടിരുന്നൂടെ അമ്മ? എന്റെ കാര്യം മുഖം പോലും ശരിക്കും ഓർമ്മയില്ല. നിക്കാഹ് കഴിഞ്ഞതിന്റെ 3-ാം പക്കം പോയതല്ലേ, അതുകൊണ്ടെന്താ കുറച്ചു ദിവസം കഴിയുമ്പോ വരില്ലേ കൈ നിറച്ച് പൊന്നും പണവും കൊണ്ട്? പൊന്നും പണവും ആഴ്ചയിലൊരു കത്ത് അയക്കണോണ്ടാ ഞാൻ ഇങ്ങനെ നിക്കണത്. ദുബായും വേണ്ട ഒന്നും വേണ്ടെന്ന് ഞാൻ എത്ര എഴുതിയിട്ടുണ്ടെന്നാ. അടങ്ങടി പെണ്ണെ, ഏതായാലും കെട്ടിയില്ലേ, ഇനി ഒരിടത്തും ഓടിപ്പോയില്ല. വേണമെങ്കിൽ ഞാൻ നിന്റെ ബാപ്പയോട് പറയാം, മരുമോനെ കാണാണ്ട് മോക്ക് ഉറക്കം വരുന്നില്ല എന്ന്. ഓടി അപ്പുണ്ണേട്ടന് അടുത്തുള്ളതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയണത്. കല്യാണം കഴിഞ്ഞ ആള് വേറെ എവിടെയെങ്കിലും പോയിരുന്നു കാണായിരുന്നു. ഓ, ഉണ്ടായിട്ടിപ്പോ വലിയ കാര്യല്ലേ. ഒന്ന് സ്നേഹത്തോടെ ചിരിക്കാൻ കൂടി അറിയില്ല അപ്പുണ്ണേട്ടനെ. അപ്പുണ്ണേട്ടന്റെ സ്നേഹം മുഴുവൻ മനസ്സിലല്ലേടി മോളെ. നീ കാണാതെ നിന്നെ നോക്കിയിരിക്കുന്നത് ഞാൻ എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്നാ. ഞാൻ പോവാ, വീഡിയോയിലേക്ക് തന്നെ ആയിരിക്കും. ഓടി. അപ്പുണ്ണി ഞാനങ്ങോട്ട് ഇറങ്ങുക. പഞ്ചാര പഠിക്കാൻ കാശ് വേണം. ഇത്ര വേണം തീർന്നോ? തീർന്നു. ഈ ചായ കുടിക്കാൻ പറ്റുന്നൊരു പഞ്ചാര അതിന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മനുഷ്യനെ പണിയെടുക്കുമ്പോ വേണ്ടി കളി കളിച്ചാലെന്താ? അടിച്ചു തന്നെയോ? അടിക്കും അടിക്കും, അപ്പൊ കാണാം നിന്നെ ഇന്ന്. വടക്കുമുറിയിലെ വാസേട്ടന്റെ ഇളയമോളുടെ കല്യാണ ഞായറാഴ്ച. അതുകൊണ്ട് നമ്മളൊന്നും കൊടുക്കണ്ടേ? വേണ്ട. അതെന്താ? ആദ്യത്തെ 3 പെണ്ണുങ്ങളുടെ കല്യാണത്തിന് എണ്ണിക്കൊണ്ടാ 10 രൂപ വെച്ച് കൊടുത്തത്. ഇത് കൂടെ ആകുമ്പോൾ രൂപ 40ആയി. ഇതൊക്കെ എവിടെയാ തിരിച്ചു കിട്ടുക? അമ്മൂന്റെ കല്യാണത്തിന് ഒരു കല്യാണത്തിന് നമ്മൾ കൊടുത്ത കണക്ക് വെച്ച് നോക്കുമ്പോ 10 രൂപ കിട്ടും. ബാക്കിയുള്ളതോ? അയാളെ പോലെ 4-5 മക്കളില്ലല്ലോ നമുക്ക്. എന്ന് വെച്ച് കൊടുക്കാനെടുത്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റും. കല്യാണത്തിന് കൂടുക, പെണ്ണേയും ചെറുക്കനെയും അനുഗ്രഹിച്ച് പോരുക, അത്രേ വേണ്ടു. ഈ സ്കൂളിലെ മാസ്റ്റർമാരുടെ പറ്റു ബാക്കി ഉണ്ടായിരുന്നത് തന്നു. എത്രയുണ്ട്? 7 രൂപ 70 പൈസ. അമ്മോ, എന്നാ അപ്പുണ്ണിക്ക് ചോറ് കൊടുക്ക്. ഇതെന്താടി ഇത്? സാമ്പാർ. ഉപ്പ് ഉണ്ടോ ഇപ്പോഴത്തെ സാമ്പാർ? ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ അത് കൂട്ടണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. ഇതെന്താടി ചോറിൽ മുഴുവൻ കല്ല്? കല്ലിട്ട് വേവിച്ചിട്ട്. ഈ അപ്പുണ്ണേട്ടിന് മാത്രമേ കല്ല് കിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ഉണ്ടതാ. ഒരു കുഴപ്പമില്ല ചോറിനും കൂട്ടാനും. വേണമെങ്കിൽ കഴിച്ചാൽ മതി. അമ്മു, എന്താ ഇതിലെന്താടി മുളകിട്ടില്ലേ? എരിവുമില്ല, പുളിയില്ല.
സാധാരണ മനുഷ്യർക്ക് ഈ എരിവും പുളിയൊക്കെ മതി. ഞാൻ പിന്നെ എന്താ രാക്ഷസനാ? ആവും ചിലപ്പോ. അല്ലാണ്ട് ഇങ്ങനെയുണ്ടോ ഒരു കുറ്റം പറച്ചില്? എന്താ അമ്മോ ഇവിടെ വന്നേ. നീ എന്തിനാ അവനോട് തർക്കുത്തരം പറയുന്നത്? എന്നോട് ചാടി കടിച്ചിട്ടാ. അതിനെന്താ, ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ കൂടെ പുറക്കേണ്ടവളല്ലേ നീ? അതിനെന്തോ ഇങ്ങനെ പൊട്ടം ചാടിയല്ലോ. ആണുങ്ങളായ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നെ മണി കിട്ടും. എന്നെ പറഞ്ഞാ ഞാനും പറയും നല്ലോണം. രണ്ടിനെയും കൊണ്ട് തോറ്റു ഞാൻ. ഇന്നാ പോണോ? ഇപ്പോഴായിട്ട് അപ്പുണ്യത്തിന് ഗൗരവത്തിലാ. അമ്മുവിന്റെ നേർക്ക അവന്റെ ചാട്ടം മുഴുവനും. അതെന്താ? താലി കെട്ടിക്കഴിഞ്ഞതുപോലെ അവന്റെ വിചാരം. ആ ഹാജാരി മതിയാടി കൂടെ അമ്മുവിന്റെ കാര്യം പറഞ്ഞ് പീടിയിൽ വെച്ച് അവനായിട്ട് മൂപ്പിക്കുന്നുണ്ട്. അതാ സംഗതി. മൂപ്പിക്കാൻ എന്താ ഉള്ളത്? അമ്മു അവന്റെ പെണ്ണല്ലേ? അല്ലാതെ പാരാ പറഞ്ഞ്. ഇനി അത് നടത്തണം, താമസിപ്പിക്കണ്ട. കുറച്ച് പണം തരാക്കാന്ന് നോക്കട്ടെ. തീയതി നിശ്ചയിച്ചാ പണമൊക്കെ ഉണ്ടായിക്കോളും. അതിനു മുമ്പ് ജാതകം ഒന്ന് നോക്കണം. അതിനാ നാൺപണിക്കരൊന്ന് വരാൻ പറയണം. പറയാം. നീ ഇങ്ങോട്ട് നീ ഇരിക്കും. ഇങ്ങോട്ട്. എന്താണ് ഈ ഉച്ചനേരത്ത്? പശുവിനെ തീറ്റാൻ വന്നതാ. ചായക്കടന പശുവിനെ തീറ്റ? അല്ല, പുണ്യേട്ടന്റെ തലയില്. നീ കുറച്ചൊന്നും അല്ല തല്ലു വാങ്ങിക്കാൻ കണ്ടിരിക്കണേ. അപ്പുണ്യേട്ടൻ എടുക്കുന്നല്ലേ, സാരമില്ല. അപ്പുണ്യേട്ടാ, അപ്പുണ്യേട്ടാ ഒരു വട തരൂ. എടുത്തൂടെ? അപ്പുണ്യേട്ട എടുത്തു തരണം. കൊഞ്ച നിന്നെ ഇന്ന് അപ്പുണ്യേട്ടാ, എനിക്കൊരു ചായ. ചായ പിടിയല്ല ഇടങ്ങോട്ടുള്ള ചായ കുടിക്കുക. ഒരു ടീ കുടിക്കുക. എവിടാച്ച്? 25 പൈസ. ഇതിനെന്താ വില? உங்களுக்கு എത്ര വേണം? 6. ഒരു ഡസൻ എടുത്തുരുங்க. 2 രൂപ കൊടുങ്ങോ.
പോയിട്ട് പറ്റുമാ? അപ്പുണ്ണിയേ, നീ എവിടെയായിരുന്നു? ഞമ്മ എപ്പ വന്നിരിക്കണാണെന്ന് അറിയാവോ? ചായ വരട്ടെ? പാര് പാര്, ലേശം വെള്ളം, പാലും പഞ്ചാരയും തോനെ, കടുപ്പം കൂട്ടി. ആ അപ്പുണ്ണി, നാളെ കാലത്തെ കച്ചവടം കഴിഞ്ഞിട്ട് ചന്തയ്ക്കൊന്ന് പോണം കേട്ടോ.
അപ്പൊ ഇവിടുത്തെ അങ്ങാടിന്ന് സാമാനം വാങ്ങല് നിർത്തിയ. ഇവിടുത്തെ അങ്ങാടി കരുത്തിറക്കണ വരെയാ. എന്നാ ഞമ്മ ഒന്ന് പോയിട്ട് വരാം. അങ്ങാടിയിലേക്ക്? ഏയ് പോസ്റ്റ് ഓഫീസിലേക്ക്. പുതിയാപ്പളുടെ എഴുത്തും കൂടി ചെന്നില്ലെങ്കിലേ മോള് നമുക്ക് ചോറ് തരൂല. എവിടെ നാടാ ഈ വള? വളക്കാരന്റെ പൈസ ഉണ്ടായിരുന്നില്ല, അപ്പോ കൊടുത്ത ചായക്ക് വള വാങ്ങി. എത്ര പൈസയായി? 1 രൂപ. ഓഹോ. ഈ വളയും കൂടി ആയപ്പോ എന്താ എന്റെ മാളുവിന്റെ ഒരു പവർ! എന്തേ? സഹിക്കില്ല. നല്ല ഭംഗി. എത്ര നാളായിട്ട് വിചാരിക്കണം അറിയാമോ ഈ വള വാങ്ങി നിന്റെ കയ്യിലോട്ടൊന്ന് ഇടാൻ. അപ്പുണ്ണീട്ടാ, വെള്ളം. ഇട്ടിരാരിശൻ അമ്മാവനാ നമ്മുടെ തറവാട്ടുകാരനവൻ. മൂപ്പയുടെ പേര് കേട്ടാ തമ്പുരാക്കന്മാർ വരെ വിറയ്ക്കും. പേരാറ്റ് പടവീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞാ എവിടെ ചെന്നാലും സ്ഥാനമാണ്. വൈകുന്നേരത്തെ പൂര കഴിഞ്ഞ അമ്മാവൻ ഞങ്ങൾ കുട്ടികളൊക്കെ അടുത്ത് വിളിക്കും. എന്നിട്ട് തറവാടിന്റെ പാരമ്പര്യത്തെ പറ്റി പറഞ്ഞു തരും. ആ മഹിമയാണടാ ഇന്ന് നമ്മുടെ സ്വത്ത്. നിനക്ക് വല്ലത് മനസ്സിലാവണുണ്ടോ പുട്ടി? അല്ല, നിങ്ങൾ ചന്തക്ക് പോണെന്ന് കേട്ടപ്പോ കാളവണ്ടിയിലാണ് സാമാനം കൊണ്ടുവരണമെന്ന് നമ്മൾ വിചാരിച്ചു. അത്രയ്ക്ക് കോള് നമുക്ക് ഉണ്ടോ ഹാജാരെ? ഇത്രയ്ക്ക് ഉള്ളതായിരുന്നെങ്കിൽ ഇവിടുത്തെ അങ്ങാടിന്ന് മേടിച്ചാ പോരായിരുന്ന. ഒന്നും അറിയാണ്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുമോ ഹാജാരെ? ഇത്രയും സാധനങ്ങൾ ഇവിടുത്തെ അങ്ങാടിന്ന് മേടിച്ചാ ഉറുപ്പിയ 3 നഷ്ടം. അതിനേക്കാണ് നഷ്ടമല്ലേ നിൽക്കേണ്ട ദൂരം അപ്പുണ്ണിയെ കൊണ്ട് ചോപ്പിക്കുന്നത്. അവനെ എന്റെ അനന്തരവനാ. പേരാറ്റ് പടവീട്ടി പറഞ്ഞവര് പണ്ടും അധ്വാനികളാ, അറിയോ? പിന്നെ നാളെ എന്റെ അമ്മൂനെ നോക്കേണ്ടവനാ അവൻ. പറഞ്ഞു കൊതിപ്പിക്കാതെ നിങ്ങൾ അതൊന്ന് വേഗം നടത്തി കൊടുക്കുന്നായരെ. നടത്തണം. നടക്ക്. നടന്നു. എന്താ അയ്യപ്പ നാട് പിടിക്കൽ വിളിക്കാൻ പോയി. എന്തിനാ? അമ്മയുടെ ജാതകം നോക്കാൻ. ജാതകം നോക്കാനോ? അതെന്തിനാ? കല്യാണത്തിന്. ആരുടെ? അമ്മയുടെ തിരയും അപ്പണിയേട്ടന്റെയും. നേരാണോടാ? അമ്മയാണ് നേര്. മാളുമാരൊക്കെ പറഞ്ഞിട്ടിറങ്ങുന്ന ഞാൻ കണ്ടതാ. നിനക്കൊരു ചായ വരട്ടെ? പിന്നെ എന്താ വേണ്ടേ? ബോണ്ടയും പഴവും. ഉണ്ണിയപ്പം? അതും. കുംഭലക്കിലം അതിൽ കയറിയ ചന്ദ്രൻ നിന്ന് ചിരിക്കുന്നു. സൂര്യനും വ്യാഴവുമാകട്ടെ 2ാം ഭാവത്തിങ്കൽ ഉപവിഷ്ടരാണ്. 3ാം സ്ഥാനം ശൂന്യം. 4-ൽ ശുക്രൻ. മറ്റുള്ള ഗ്രഹങ്ങളെ പോകാനും പറ. അങ്ങനെ പോവൂ? ഓടും. അപ്പൊ ഫലഭാഗം? അസല് ജാതകം. പുരുഷ ജാതകം എവിടെ? അതില്ല. എന്നാൽ അത്യുത്തമം. കല്യാണം വൈകാതെ നടക്കും. സംബന്ധക്കാരൻ അടുത്തുനിന്നോ അകലെന്നോ? മധ്യധരന്യാരിയിൽ നിന്നാവും.
പെട്ടി ഒന്ന് എടുത്തോളൂ. ഓ, മേനോമാഷല്ലേ? അതെ. കുറുപ്പാഷ് പറഞ്ഞു വരുന്നു, അതാ ഞാൻ കാത്തു നിൽക്കണത്. ആ, വരൂ. നടക്ക മൂരി അങ്ങോട്ട്. ദേ, ഇതാണ് സ്ഥലം. ആ. വന്നോളൂ. ആ വന്നോ? ആ വന്നോ, ഇങ്ങോട്ട് കേറി വന്നോളോ. നമസ്കാരം. ആ, നമസ്തേ. ആ വരൂ 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 വരൂ. ആ തല വിട്ട. യാത്ര കുറച്ച് ബുദ്ധിമുട്ടായില്ലേ? വരൂ വരൂ. ആ, അതിങ്ങോട്ട്. അതൊക്കെ അവിടെ വെച്ചാ മതി. വരട്ടെ. വരൂ ഇരിക്കും. അപ്പൊ താമസിക്കാൻ സ്ഥലമായി. ആ തീപ്പെട്ടി കമ്പനിക്കാരൻ വേലായുധന്റെ സ്ഥലം ഇതേ. വലിയ വാടകയും വേണ്ട, സ്കൂളാണെങ്കിൽ അടുത്തുമാണ്. ഏതായാലും കുറുപ്പ് ഭാഷ ഇവിടെ ഉള്ളത് ഭാഗ്യമായി. സുഖമായിട്ട് കുളിക്കാം, പ്രകൃതി ഭംഗി ആസ്വദിക്കാം, നല്ല തെക്കൻ കാറ്റേറ്റ് ഉറങ്ങുകയും ചെയ്യാം. അപ്പോ ഭക്ഷണത്തിന്റെ കാര്യം മാഷേ? ഓ അത് മാത്രമാണ് ഒരു പ്രശ്നം. ഇവിടെ അടുത്ത് ഹോട്ടലൊന്നും ഇല്ലേ? ഈ അർദ്ധഭൂഗോളത്തിൽ ആകെ കൂടി ഒരു ചായപ്പിടിയേ ഉള്ളൂ. അവിടെ ആണെങ്കിൽ ചോറുമില്ല. വേറെ എവിടെയെങ്കിലും ഏർപ്പാടാക്കാൻ പറ്റുമോ? അന്വേഷിക്കാം. അല്ലെങ്കിൽ നിത്യവും എന്റെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ച് പോരാ. പക്ഷെ 5 മൈൽ നടക്കണം. നടക്കാത്ത കാര്യ. ആ ഏതായാലും നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പൊ ഇന്ന് തന്നെ ജോലി പ്രവേശിക്കല്ലേ? അതെ. ഇതാണ് മേന്നെ നമ്മുടെ വിദ്യാലയം. ആ, വളരെ അച്ചടക്കമുള്ള കുട്ടികളാണ്. എന്താ കുട്ടികളെ? എല്ലാവരും ക്ലാസ് പോടാ. ഒന്ന് മാറണേ. മാസ്റ്റർമാരുടെ തലയിലായോ കളി? വേണ്ട 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 വേണ്ട. കയ്യിൽ കൂടെ അറിയും. പോടാ 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 പോടാ. അടിച്ച് മുട്ട് കൊളിക്കുന്ന അല്ല, അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാള് താമസിക്കാൻ സ്ഥലം കിട്ടിയെന്ന് വെക്കുക. ഉണ്ണാനോ അതിനെ പറ്റിയൊരു ഹോട്ടലൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ കൂടി ഇങ്ങനെ പറയായിരുന്നു അയ്യപ്പനാരായിട്ടൊന്ന് ആലോചിക്കാന്ന്. അതിന് ഞാനിപ്പോ എന്താ ചെയ്യാ? ചായപ്പിടിയിൽ തരാക്കാൻ പറ്റുമോ? അപ്പൊ കുറുപ്പന്റെ അങ്ങനെയാ കണ്ടത്? അയ്യോ അങ്ങനെയല്ല, മേനോന് സഹായമാവും, അയ്യപ്പനാരെ കുറിച്ച് കാശും കിട്ടും. പേരാറ്റ് പറഞ്ഞിട്ടില്ല ഞാൻ, അറിയോ? എന്റെ കാരണവന്മാരുടെ മുമ്പില് എണീറ്റ് നിൽക്കാത്തവരായി നാട്ടിൽ ആരുമില്ല. കാലദോഷം കൊണ്ട് കാശിനെത്തിരി ബുദ്ധിമുട്ടുണ്ടായപ്പോ ഒരു ചായക്കട തുടങ്ങിയെന്ന് വെച്ച് അതൊരു കച്ചവടമായി കരുതിയിട്ടില്ല പടവീട്ടിൽ അയ്യപ്പനാർ. മനസ്സിലായോ? അയ്യോ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടല്ല, പക്ഷെ പറയാൻ പാടില്ല. കുറിപ്പിനറിയാമല്ലോ എന്റെ പൂർവീര്, പണ്ടത്തെ പടനായന്മാരായിരുന്നു അവര്. അന്യർക്ക് ചോറ് വിളമ്പി അവന്റെ എച്ചിലെടുത്ത് കളഞ്ഞ് ആ കാശ് വാങ്ങി കുടുംബം പുലർത്താൻ ഞാൻ തരം താണിട്ടില്ല. ഇതിനിപ്പോ എന്താ ചോദിക്കാനുള്ളേ? ഞാനൊന്ന് ആലോചിച്ചു എന്നല്ലേ ഉള്ളൂ. പിന്നെ അയ്യപ്പനാരോടല്ലാതെ ഇത്ര സ്വാതന്ത്ര്യമായിട്ട് ഞാൻ പിന്നെ ആരോടാ ചോദിക്കാ? അല്ല ബുദ്ധിമുട്ടാണ്, ഞാൻ വേറെ വല്ല വഴി നോക്കിക്കോളാം. അങ്ങനെ ഏതാണ്ട് ആലോചിക്കാം. എന്നാ പിന്നെ അധികാരിയെ കണ്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അങ്ങേർക്ക് വല്ല ബുദ്ധിയും തോന്നിയാലോ. ഇറങ്ങട്ടെ. ആ കുറുപ്പിരിക്കെ. ഏതായാലും വന്നത് കുറുപ്പായതുകൊണ്ടും മറ്റേ മാഷൊരു മേനോനായതുകൊണ്ടും ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണ് രണ്ടാൾക്ക് ഇവിടെ ആകാം. നാളെ മുതൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ആയിക്കോട്ടെ. മാളോ എന്തേ? ഇന്ന് ഉച്ചയ്ക്ക് ഈ കുറുപ്പും ഒരു മേനോ മാഷും കൂടി ഉണ്ണാനുണ്ടാവും. മേനോൻ പുതിയതായിട്ട് വന്ന ആളാ. ഇവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല, വന്നോളൂ. ഇതാണ് ഞാൻ പറഞ്ഞ മേനോൻ. നമസ്തേ. ആ നമസ്കാരം. വരണം വരണം. ഞാൻ ബുദ്ധിമുട്ടിക്കല്ലോ. ഏയ് ഒരു നേരത്തെ ആഹാരമൊക്കെ എപ്പോഴും ഇവിടെ കാണും. വരൂ വരൂ ഇരിക്ക.
കാര്യങ്ങളൊക്കെ. എന്നോടും പറഞ്ഞു. വടക്കാ വീട് അല്ലേ? അതെ. എവിടത്തെന്ന് പറയും? ചെമ്മന പൂതശ്ശേരി. ചെമ്പന പൂതശ്ശേരിയോ? എന്റെ നിലപാടും അതിന്റെ അടുത്തായിരുന്നു. പേരാറ്റ് പടവീട്ടിന്നാ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പുറത്തായി. ആദ്യമായിട്ട് മാഷാവുകയാണോ? അതെ. നാട്ടിൽ നിന്ന് ദൂരല്ലാണ്ട് കിട്ടിയത് ഭാഗ്യമായി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയിട്ട് വരാമല്ലോ. ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മ മാത്രമേ ഉള്ളൂ. അതിഭാഗ്യവാൻ. ഊണായി, ഇല വയ്ക്കട്ടെ? എന്നാ പിന്നെ ഉണ്ണുകല്ലേ. വേഗം അങ്ങോട്ട് ഒഴിക്കേ. മതി. അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കല്ലേ. മതി. മേനൻ ആ പപ്പടം ഒന്ന് കഴിച്ചു നോക്കിയേ. അക്കരെ കിട്ടാത്തതാ. അധികാരിയെ കണ്ടാവോ? കണ്ടിട്ടില്ല, കാണണം. ലേശം അവിയലും കൂടെ ആവാം. കുറച്ച് അവിയൽ കൊടുത്തേ. അവിയൽ അവിയലിഞ്ഞെടുക്കുമോളെ. മേനു ഊണ് പിടിച്ചു തോന്നുന്നു. പിടിച്ചോന്നോ? ഇത്രയും സ്വാദുള്ളൊരു ഊണ് ഞാൻ എന്റെ ആയുസിലുണ്ടിട്ടില്ല. എന്താ സാമ്പാറ്, എന്താ അവിയൽ, ആ ഉപ്പേരി മാത്രം മതി ഈ ചോറ് മുഴുവൻ കഴിക്കാൻ. സത്യത്തിൽ ഇത് വെറും ഊണല്ല, സദ്യയാണ്. ശിവ, വെറും ഒരു ചോറും കൂട്ടാനും സദ്യയോ? നിങ്ങൾ എന്നും കഴിക്കുന്നവർക്ക് അങ്ങനെ തോന്നൂ. ഞങ്ങൾക്ക് അതിന്റെ ഗുണം മനസ്സിലാവും. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഊണ് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ശമ്പളം മുഴുവൻ അവിടെ കൊടുക്കാൻ തയ്യാറാണ്. ഇതുപോലൊരു ഊണ് കിട്ടുന്ന സ്ഥലം ഒന്നേ ഉള്ളൂ. അത് ഇവിടെ തന്നെയാ. പക്ഷേ അതിനാണെങ്കിൽ ശമ്പളമല്ല, മേനോമാഷുടെ കുടുംബ സ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കാന്ന് പറഞ്ഞാലും അയ്യപ്പന്മാരും സമ്മതിക്കില്ല. ഈ പെണ്ണുങ്ങളുടെ കൈപ്പുണ്യം കാണുന്നത് അവരുടെ പാചകത്തിലാ. ആരാ? അമ്മയായിരിക്കും വെച്ചതല്ലേ? ഞാനിപ്പോ അടുക്കളയിൽ കയറാറേ ഇല്ല. എല്ലാം അമ്മുവാ നോക്കാറ്. ഇത്രയും സ്വാദോടുകൂടി ആഹാരം വെച്ചിരാൻ ആളുണ്ടാവുമെന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. വരും വെള്ളത്തിൽ. മാളു, ആ തോർത്തിക്കെടുത്തോ. പൂർവികർക്ക് തറവാട്ട് പണിക്ക് തന്നെ 1000 പറക്ക് ഇരിപ്പു നിലമുണ്ടായിരുന്നു. അതൊക്കെ പോയി ഒടുവിൽ ഞാനൊരു ചായപ്പീടികക്കാരനാണെന്നായി. അതിനെന്താ തെറ്റ്? കാലം മാറുന്നു തടുക്കാൻ പറ്റുമോ? അതെ, കുറുപ്പ് മാഷ് പറഞ്ഞാണ് ശരി. ഇല്ലെങ്കിൽ ആദ്യത്തുള്ള ചെമ്മന പൂതശ്ശേരിക്കാരനായി ഞാൻ ഒരു സ്കൂൾ മാഷാവണോ? സ്വത്ത് എത്ര ഉണ്ടായാലും സ്വന്തമായിട്ടുണ്ടാക്കുന്ന പണത്തിന് ഒരു വിലയുണ്ട്. അതിലേ വില ഉള്ളൂ. മുറുക്കുവോ? ഇല്ല. വീട്ടില് കൃഷിയൊക്കെ ഉണ്ടാവും? ഉണ്ട്. എത്ര പറയ്ക്ക്? ഉണ്ണാനുള്ളത് കിട്ടും. അതൊന്നും വലിയ കാര്യല്ലേ. വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോണതറിയില്ല. നമുക്ക് പോണ്ടേ പക്ഷേ. ശരിയാ. മേനോന് ഇനിയും വരണം. ഇത് നിങ്ങളുടെ വീടാണെന്ന് കരുതിക്കോളൂ. തീർച്ചയായും വരാം. ഇനി എനിക്കാണ് വിഭവസമൃദ്ധമായ ഒരു സദ്യ തരേണ്ടത്. എന്താണെന്ന് വെച്ചാൽ അയൽക്കാരായ 2 വലിയ നായർ വംശജരെ തമ്മിൽ ഇണക്കിയത് ഞാനാണല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. വരട്ടെ. പുള്ളി ഊണ് കഴിക്കാനായിരിക്കും. നല്ല പ്രകൃതക്കാരൻ അല്ലേ? ഇത്രയും വലിയ കുടുംബക്കാരനാണെന്നോ മാഷാണെന്നോ വല്ല ഭാവമുണ്ടോ? അത് പിന്നെ അങ്ങനെ അല്ല ഉണ്ടാവോ? നമ്മെ പോലൊരു തറവാടിയല്ലേ പേരോരും. അമ്മോ, അപ്പുണ്ണിക്ക് ചോറ് വേണ്ട. അമ്മോ, ഈ അവിയൽ എന്താടി ഒരു കരിഞ്ഞ ചൊവ്വ? വളരെ മനോഹരമായ സ്ഥലം. അതുകൊണ്ടായില്ലല്ലോ വേലേ. എന്താ? ഇന്നത്തെ അന്നദാനം അങ്ങനെ ഒരുവിധം ഭംഗിയായിട്ട് നടന്നു. നാളെ തൊട്ടോ? അതൊക്കെ കുറുപ്പ് മാഷ് തീരുമാനിച്ചാ മതി. ഇനിയിപ്പോ അധികാരിയോട് ചോദിക്കാന്ന് വെച്ചാ തന്നെ. മേനോ വരിക. അയ്യോ, ഇവിടുത്തെ ചോറും കൂട്ടാൻ നിങ്ങൾക്കൊക്കെ പിടിക്കോ? പിടിക്കുമോ എന്നുള്ളതല്ല, കിട്ടുമോ എന്നുള്ള പ്രശ്നം. മാഷ് സർക്കാർ ശമ്പളക്കാരനാ. 1-ാം തീയതി കഴിഞ്ഞാൽ കല്യാണിക്ക് കയ്യിൽ കുറച്ച് കാശ് മണി പോലെ എണ്ണി മേടിക്കാം.
എനിക്കാണെങ്കിൽ ഇതിനു വേണ്ടി ഓടി പഞ്ഞു നടക്കും വേണ്ട. വലിയ വിഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. വിഭവങ്ങൾ എന്തിനാ? വിശപ്പ് മാറണം, പിന്നെ അല്പം വൃത്തിയും വെടുപ്പും ഒക്കെ വേണം. അത്രേ എനിക്ക് വേണം. അതിന് കല്യാണിയുടെ വീട് പോലെ വേറൊരു വീട് ഇല്ല. അപ്പൊ പക്ഷെ ഇതാണ് ഉറപ്പിക്കാം. കല്യാണിയുടെ മോന മഹാവികൃതിയാ. ആണോ? മോനിങ് വരൂ. ചെല്ലടാ മോനെ, മാഷല്ലേ, പരീക്ഷയ്ക്ക് മാർക്കൊക്കെ കൂട്ടിത്തരാൻ പറ. മോനിങ് വന്നേ. നല്ല അനുസരണയുള്ളവനാ. കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? മഴയ്ക്കുള്ള കോളുണ്ട് തോന്നുന്നു. നമുക്ക് ഇറങ്ങാം മാഷേ. അപ്പൊ കല്യാണിമേ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ എന്നാ വരട്ടെ. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. മേനോ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞോനാ. അതുകൊണ്ട് നിങ്ങളുടെ ആ പഴയ സ്വഭാവത്വം അങ്ങേരത്തെടുക്കരുത്. മാഷേ. ആ പുണ്ണി, പുതിയ മാഷയ്ക്ക് നിന്റെ പുരയിലാണോടാ ചോറ്? അത് ഇന്നലെ ഒരു ദിവസത്തേക്കല്ലേ? അപ്പൊ ഇനി കൊടുക്കൂല? വെറുതെ ആളെ മക്കാറാക്കല്ലേ ആയരെ? നിനക്ക് എന്താണ്ടാ ഒരു വിഷമം? ഓ നിന്റെ ശത്രു ഒന്നും അല്ലല്ലോ. എന്തായാലും നിങ്ങൾക്ക് കോള് തന്നെ. എന്ത് കോള്? പുതിയൊരു പറ്റുകാരനെ കിട്ടാൻ പോവുകയല്ലേ? അതിന്? അല്ല, നിങ്ങൾ ബന്ധുക്കളാകാൻ പോവുകയാണെന്ന് പറയുകയായിരുന്നു. എനിക്ക് ബന്ധുവില്ല, ശത്രുവില്ല. എന്നാ ആ ഭാഷയ്ക്ക് ഒരു ചായ പാരി. അധികാരിയേ വാ, ഒരു ആപ്പ് കുടിച്ചിട്ട് പോവാ. വേണ്ട, ഞാൻ അക്കരെ കുടിച്ചതാ. അക്കരെ എന്തിനു പോയതാണ്? മേളക്കാരെ ഏർപ്പാടാക്കാൻ പോയതാ. കാവിലെ പൂരം എടുക്കാറായില്ലേ? എല്ലാത്തിനും ഞാൻ തന്നെ വേണ്ടി കിടന്ന് ഓടാൻ. ഞാനൊരു കാര്യം പറയാം അധികാരി, ഇത്തവണത്തെ പരിപാടി നിങ്ങൾ നന്നായിരിക്കണം. പിള്ളേരുടെ ആട്ടും കൂട്ടൊന്നും വേണ്ട, ചൊവ്വാവൂല. അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ആളുകൾ പോവും, അധികാരി മാറി നിൽക്കുന്നതാ നല്ലത്. ആര്യാൻ എന്തറിഞ്ഞിട്ടായി പറയണത്? മേളക്കാർക്ക് തന്നെ കൊടുക്കണം പിരിക്കണ കാശ് മുഴുവൻ. പിന്നെ കലാപരിപാടിക്കാരുടെ കൂലി, അവരുടെ താമസം, ഭക്ഷണം, ഉന്മാദം, ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോ ഇതൊന്നും കൂടാതെ കയ്യും കെട്ടിയിരിക്കുന്നതാ അപ്പൊ ഞാൻ പറഞ്ഞോണ്ടെന്ന് എന്താ വെച്ചാല് കയ്യും കെട്ടി ഇരിക്കുന്നതാ നല്ലതെന്ന്. എന്താ? അല്ല, ഉത്സവത്തിന് കയ്യും കെട്ടി ഇരിക്കുന്നതാ നല്ലതെന്ന്. അതെ അതെ അതെ. അപ്പുണ്ണിന്നല്ലേ നമ്മുടെ പേര്? നമ്മുടെ അല്ല, എന്റെ. ഒരു ഗ്ലാസ് നല്ല ചായ തരും. മോശം ചായ ഇവിടെ ആരും പാരാറില്ല. അതുകൊണ്ടല്ല. വേറെന്താ വേണ്ടേ? എന്തുണ്ട് കഴിക്കാൻ? വട, പഴം. രണ്ടും ആയിക്കോട്ടെ. അയ്യപ്പനാരെവിടെ? അറിയില്ല. കത്തണ്ട. ഇല്ലല്ലോ. എഴുത്തിയാഴ്ച വന്നില്ലേ അമ്മന്? ഇല്ല അമ്മ. പോലക്കറിയോ നമ്മുടെ വിഷമം? എന്നാ ബാപ്പാനോട് നീ പറ ദുബായിൽ കൊണ്ടാക്കാൻ. അപ്പൊ പിന്നെ പോസ്റ്റ്മാൻ ഈ വഴിക്ക് നിന്നെ പേടിക്കാണ്ട് നടക്കാലോ. അല്ലമ്മ, കോളിൽ പുതുതായി വന്ന മാഷക്ക് നീ ആ ചോറും കൂട്ടാനും വെച്ചു കൊടുക്കണമെന്ന് കേട്ടല്ലോ. എന്താ അതിന്? ആ പാവ അപ്പുണ്ണേട്ടിനെ മറക്കരുതെന്ന് പറഞ്ഞതാ. പോടി. ആ മാഷ കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയാ. വെള്ള ഷർട്ടും വെളുത്ത നിറവും നല്ല ചിരിയും. ചിരിയോ? അതെങ്ങനെ നീ കണ്ടത്? അച്ഛനോട് വർത്താനം പറഞ്ഞ് ചിരിക്കണം കണ്ടൂടെ? മൂപ്പർക്ക് അവിടുത്തെ ഊണ് വലിയ ഇഷ്ടമായിത്രേ. അപ്പൊ സൂക്ഷിക്കണം, ചിലപ്പോ നിന്നെ ഇഷ്ടമായിട്ടുണ്ടാവും.
അച്ഛനോട് പറയാറുന്നില്ലേ എന്നോ അവിടുന്ന് ചോറ് കൊടുത്തോളാൻ. ഞങ്ങൾക്ക് അങ്ങനെ സമ്പാദിക്കുന്ന കാശൊന്നും വേണ്ട. ഓ, അതുകൊണ്ട് ആ പാവം കല്യാണമ്മയ്ക്ക് ഒരു സഹായമായി. എന്ത് സഹായം? അതറിഞ്ഞില്ലേ, മാഷിക്കിപ്പോ കല്യാണമ്മയുടെ വീട്ടിലാവൂണ്. അമ്മോ, എന്താണ് ഈ കിടക്കണേ? ഷർട്ട് ആരുടെ? അപ്പുണ്ണേട്ടന്റെ. മണ്ണിലിട്ടെ ഇപ്പോ ഷർട്ടണക്കാറ്. അത് കാറ്റത്ത് വീണേന് ഞാൻ എന്ത് ചെയ്യാനാ? നോക്കണ്ടേ? നോക്കിയ കാറ്റ് മാറിപ്പോവോ? നിന്നെ ഞാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിയാലും ഒരു വഴക്ക് വരച്ചില്ലോ. ഒരു കാര്യം വേണ്ട. ഈ നാട്ടില് ഒരു സ്കൂൾ ഉണ്ടാവാൻ വേണ്ടി ആദ്യമായിട്ട് ശബ്ദം ഉയർത്തിയത് ഞാനാ. അതുകൊണ്ട് എന്തുണ്ടായി? മേനോനെ പോലെയും കുറുപ്പിനെ പോലെയും വിദ്യാഭ്യാസമുള്ള ചില ആളുകളായിട്ട് ഇടപഴകാൻ കഴിഞ്ഞു. നല്ലൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ അധികാരി? അതെ. ഇതേ ഈ കരയിലെ എനിക്ക് ആകെ കൂടുതൽ അടുപ്പുണ്ടെന്ന് പറയാൻ ഒറ്റ ആളുള്ളൂ. ചോദിക്കാൻ വിട്ടുപോയി. മേനോന് തിറയാട്ടം ഇഷ്ടമല്ലേ? ചോദിക്കാനുണ്ടോ? നാടൻ കലാരൂപമല്ലേ? എന്നാ ഞാനത് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ സന്ധ്യ കഴിയുമ്പോ നമ്മുടെ കാവിലേക്ക് വന്നോളൂ. അവിടെയാ കളി. തീർച്ചയായും വരാം. കുറുപ്പോ? അയ്യോ, ഞാൻ ഇല്ല അധികാരി. ഒന്നാമത് ഉറക്കം ഒഴിക്കാൻ ആരോഗ്യം സമ്മതിക്കില്ല. പിന്നെ ഈ തറയാട്ടവും കഴിഞ്ഞ് കടത്തും കടന്ന് വീട്ടിലെത്തുമ്പോഴേക്കും തിരിച്ചിങ്ങോട്ട് നടക്കാറാവും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. അപ്പോ മേനെ പ്രത്യേകം ക്ഷണിച്ചിരിക്കുന്നു. അച്ഛൻ വരുന്നില്ലേ കളി കാണാൻ? നിങ്ങൾ നടന്നോ, ഞാനൊന്ന് കുളിച്ചിട്ടങ്ങ് വരാം. മോളെ, അടുക്കളയിൽ ചോറ് മൂടി വെച്ചിട്ടുണ്ട്. അപ്പുണ്ണി വന്നാൽ എടുത്ത് ഉണ്ടോളാൻ പറയണം. കച്ചവടം കളഞ്ഞിട്ട് അവനീ വരാനോ? നല്ല കാര്യമായി. ഇന്നേ 4 കാശ് കിട്ടുന്ന ദിവസാ. ഷോ, ഇതൊന്ന് പിടിക്കുമോളെ. ഞാൻ ആ കോഴിക്കൂടെ അടച്ചൊന്ന് നോക്കാൻ മറന്നു. ആ ചൂട്ട് മുഴുവൻ കത്തിച്ച് കളയണ്ട. കോഴിക്കൂടൊക്കെ ഞാൻ അടച്ചോളാം.
അല്ല, മേനോൻ മാഷ് തന്നെ അല്ലേ ഇത്? എന്താ സംശയം? കണ്ട 20,000 ജാമ്യത്തിന് കോടതിയിലേക്ക് പോവാന്നേ തോന്നുന്നു. ഇത്രയ്ക്ക് സുന്ദരനായിട്ടുണ്ടോ? കസറിയിട്ടുണ്ട്. പുള്ളിക്ക് തന്നെ അല്ലേ? അതെ. വഴിക്ക് വെച്ച് പെണ്ണുങ്ങൾ കണ്ട വരി വരിയായിട്ട് വീണു പോകും. ഇന്നലത്തെ കളി നന്നായി അല്ലേ? അമ്മോ, ഉണ്ട കൈകാൻ വെള്ളം വെച്ചതോ എനക്ക്? അതിനോടൊന്ന് ചാടണോ? പറഞ്ഞാ പോരെ. ഇതൊക്കെ പറഞ്ഞിട്ടാണോ ചെയ്യാൻ? അത്ര തിരക്കാണെങ്കിൽ കുറച്ച് വെള്ളം ഇരിപ്പുണ്ടല്ലോ, എടുത്തൂടെ? ഞാൻ അങ്ങോട്ട് വന്നാണല്ലോ. വന്നാല് അമ്മോ, ഇങ്ങനെയുണ്ട് ഒരു ദേഷ്യം, എന്റെ ഭഗവതി. ഇന്നലെ എന്തേ ഒന്നും മിണ്ടാതെ പോയത്? സംസാരിക്കാൻ അറിഞ്ഞൂടായിരിക്കും. കുറച്ചൊക്കെ അറിയാം. എന്നാ പറഞ്ഞേ, കാവിലെ കളി ഇഷ്ടമായ? ഇഷ്ടായി. എനിക്കും ഇഷ്ടായി. മാഷ് ഈവനിങ് വാക്കിനായിരിക്കും. ഞാന് ചുമ്മാ വെറുതെ ഒരു ചായ കുടിക്കാൻ. ഒരു കാര്യം പറയാനുണ്ട് മാഷെ. എന്താ? ആള് പഠിച്ച പഹയനാണെന്ന് നമുക്കറിയാം. നമ്മൾ പഠിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്. ആ അപ്പുണ്ണി ഉണ്ടല്ല, മഹാപാവമാണ്. ഓന്റെ കഞ്ഞിയിൽ പൂങ്ങി ഭാര്യയിടരുത്. ആ പിന്നെ ആ മേന്നെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ. പീടിയിൽ വരാറുണ്ട്. എന്തേ ചോദിക്കാൻ? അമ്മൂന് നന്നേ ഇഷ്ടായെന്ന് തോന്നുന്നു. എപ്പോഴും ആ വട്ടാനേ ഉള്ളൂ. അന്ന് രാത്രി കാവലും കണ്ടു അയാളെ. ഈയിടായി അപ്പുണ്ണിക്ക് എന്താ ഒരു വല്ലായ്മ? എന്താണോ, പീടികയിലും ഒരു ശ്രദ്ധ കുറവാ. അമ്മൂനെ കെട്ടാൻ തിരക്കുണ്ടോ ആവോ? എനിക്കറിയില്ല. അമ്മോ, അമ്മ വാതിലോർക്ക്. കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്ക.
കണ്ടാലെന്താ? അമ്മു എന്തിനാ ഈ തുറന്ന സ്ഥലത്ത് പശുവിനെ തീറ്റുന്നത്? വേറെ എവിടെ തീറ്റാനാ? കല്യാണിയമ്മയുടെ തൊടിയിലായിക്കൂടെ? അയ്യോ, അമ്മു വിചാരിക്കുന്നല്ലോ സ്ത്രീ ആരോടും ഒരൊറ്റ അക്ഷരം വേണ്ടില്ല. അമ്മുവിനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. നാളെ ഉച്ചയ്ക്ക് അങ്ങോട്ട് വരുമോ? എന്തിനാ ഇങ്ങനെ അന്ന് പറയിക്കുന്നത്? അടുത്തേക്ക് വന്നൂടെ? കുമാര, നീ പോയി കുറച്ച് വിറവ് വാങ്ങിയിട്ട് വാ. എനിക്ക് പറ്റില്ല. ഒരു കാര്യം പറഞ്ഞ കേൾക്കില്ല ആ സുത്ത്. ഞാനിപ്പോ വരാം മാഷെ. അമ്മ ഇരിക്കേ. നല്ല സ്ത്രീ അല്ലേ അമ്മു? അമ്മു, കുമാര, നീ പോയി ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചോണ്ടോ. നീ വന്നേ. ഈ കാശിനെ നീ പോയി മിഠായി വാങ്ങിച്ചു തന്നിട്ട് വാ. നാരങ്ങ സത്തോ മാങ്ങ സത്തോ? നിനക്ക് ഇഷ്ടമുള്ളത്. പിന്നെ വാങ്ങിച്ചോളാമേ. അമ്മോ, പോരാ. അമ്മോ, അമ്മോ, ഇതെന്താ അപ്പുണ്ണി ചായ ഇങ്ങനെ? വെള്ളം തിളച്ചില്ലേ? വെള്ളം നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കടാ. അതൊക്കെ അത്ര കളിച്ചാ മതി. എന്താ പുണ്ണി ഇന്നത്തെ പുട്ടല്ല ഇങ്ങനെ സിമന്റ് പോലെ ഇരിക്കണ്? വേറെ ഇല്ലേ? പിടിച്ചില്ലെങ്കിൽ കഴിക്കണ്ട. നിനക്ക് എന്താ പറ്റിയ എന്റെ അപ്പുണ്ണിയെ?
ഓ വല്ലതും ഉണ്ടി പറ വയ്യുണ്ടാക്കാം. അപ്പുട്ടിയെ നീ അക്കരെ ആ ചെട്ടിയാരെ വീടിയിൽ പോയി ഇത്തിരി പിണ്ണാക്ക് മേടിച്ചോണ്ടോ. ഞാനും ഉണ്ടാക്കരയ്ക്ക് എന്താ നായരെ ഓനൊരു ഉഷാറില്ലാത്ത? എനിക്കറിയില്ല എന്റെ ഹാജിയാര്. എന്നാ ഞമ്മക്കറിയാം. ഓൻ ആ കല്യാണം പേര് നടത്തി കിട്ടണം. ഇട്ടിട്ട് കാക്ക് ഞാനിട്ടിട്ട് കാശുണ്ടാക്കിക്കോട്ടെ. അതുണ്ടാക്കിക്കോളി. പക്ഷെ കല്യാണം പേര് നടത്തി കൊടുത്തില്ലെങ്കിൽ ആകെ കുഴപ്പം. അതെന്താ ഹാജിയാർ അങ്ങനെ പറയണേ? അതങ്ങനെയാണ്. ഓൻ തീ തിന്നണത് കാണുന്നില്ലേ? ആ മാഷയും നിങ്ങളുടെ മോളെയും പറ്റി നാട്ടുകാർ അതും ഇതും പറയാൻ തുടങ്ങിക്കണ്. അറിയാവോ? ഇന്നലെ പഠിപ്പിച്ച പദ്യം എല്ലാരും കാണാൻ പഠിച്ചോ? തെറ്റാ എല്ലാവർക്കും ചൊല്ലാനറിയോ? ഞാൻ പറയുന്ന ആള് ചൊല്ലിയാ മതി. ആവൂവിശപ്പിലെ കച്ചിയ പരിത തുവല്ലിക്കിണ്ണത്തിൽ തെങ്കുഴമ്പും നല്ല പാലങ്ങളും മപോലം ഭക്ഷിച്ചു എല്ലാതും ഇമ്മത്തിൽ സംസാരിപ്പേൻ പ്രീതിയാലിവക സ്വഗത കൊഞ്ചലോടാദിത്യം പെൺകീടാവാരംഭിക്കേ സ്വഗത കൊഞ്ചലോടാദിത്യം പെൺകീടാവാരംഭിക്കേ കൊഞ്ചലും എത്ര ആശം. ഓ നല്ല പഴങ്ങളോ മാവോളം ഭക്ഷിച്ചു വല്ലതും ഇമ്മട്ടിൽ സംസാരിപ്പിൻ പ്രീതിയാലിവക സ്വാഗത കൊഞ്ചലോടാദിത്യം പെൺകിടാവാരംഭിക്കേ തൂവൽ തേടും മിന്നാമിന്നേ മഞ്ഞിൻ തുള്ളി തൂവൽ തേടും മിന്നാമിന്നേ നിന്നെ ഒന്നു നുള്ള തെന്നലായെന്നുള്ളിൽ സങ്കൽപ്പങ്ങൾ വീണ്ടും വീണ്ടും വന്നു മഞ്ഞിൻ തുള്ളി തൂവൽ തേടും മിന്നാമിന്നേ കുളിരലയിൽ ഒരു നിരകൾ കുണുകുണുങ്ങി ചൊടിയിണയിൽ ചിരിമണികൾ കിലുകിലുങ്ങി കുളിരലയിൽ ഒരു നിരകൾ കുണുകുണുങ്ങി ചൊടിയിണയിൽ ചിരിമണികൾ കിലുകിലുങ്ങി കാക്കപ്പുള്ളി ചൂടും ചെങ്കതളി പൊൻകവിളി തങ്കമയിലാടും തിങ്കൾ
മാനിയിലേതോ തേൻകിനാവ് പൂക്കും നിൻ മുന്നിൽ മണ്ണും വിണ്ണും എന്നും മായാലോകം തൂ മഞ്ഞിൻ തുള്ളി തൂവൽ തേടും മിന്നേ നേർമയുള്ള തെന്നൽ താഴ്വരയിൽ താരുടലിൽ താളമിടും നേരം നീലവർണ്ണ ചായൽ ഓളം തല്ലും കായൽ മന്ദഹാസപ്പൂക്കൾ എന്റെ നെഞ്ചിലയ്യ മന്ദഹാസപ്പൂക്കൾ എന്റെ നെഞ്ചിലേയ ചന്ദനം പെയ്യും രാവിൻ മഞ്ചൽ തേരിൽ നീവാ തൂ മഞ്ഞിൻ തുള്ളി തൂവൽ തേടും മിന്നേ നിന്നെ ഒന്നുള്ള തെന്നലായെന്നുള്ളിൽ സങ്കൽപ്പങ്ങൾ വീണ്ടും വീണ്ടും വന്നു തൂ മഞ്ഞിൻ തുള്ളി തൂവൽ തേടും മിന്നേ സ്കൂള് വിട്ട് ഇയാൾക്ക് വീട്ടിൽ പോയിക്കൂടെ? മേന മാഷെ മേന, ഇത് എന്തൊരിപ്പാണ് മാഷേ ഇത്? സത്യം പറഞ്ഞ താൻ ഇത്രയ്ക്ക് സമർത്ഥനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്ത് സാമർഥ്യ ഞാൻ കാണിച്ചേ? വാദ്യാരി പണിയല്ലേ തനിക്ക്? അതെ. അയ്യപ്പൻ നായർ മകൾ അമ്മു എന്ന പാഠവും തനിക്ക് പഠിപ്പിക്കാണ്ടോ? താൻ അവളെ പ്രേമിക്കണോ മറ്റുണ്ടോ? അപ്പോ ഇതൊരു തുറന്ന രഹസ്യമായ ഗോളാന്തര വാർത്ത എന്ന് തന്നെ പറയാം. അല്ല ഇനിയിപ്പം പരിഭ്രമിക്കുന്നു വേണ്ട, ഉദ്ദേശം പറയാ. എന്തുദ്ദേശം? അവളെ കെട്ടണോ? കെട്ടണം. എന്നാ പിന്നെ പാതി യുദ്ധം കഴിഞ്ഞ നിലയ്ക്ക് അയ്യപ്പനാരോട് എന്ന് പറയാ. അതിന് പിന്നെ വേറെ ബുദ്ധിമുട്ടുണ്ട് കുറുപ്പാഷേ. എന്താ? പേരാറ്റുപട വീട്ട് നായരാണെങ്കിലും ഒരു ചായക്കടക്കാരന്റെ മകളെ കല്യാണം കഴിക്കാൻ എന്റെ അമ്മ സമ്മതിച്ചു എന്ന് വരില്ല. അതിന് താൻ ഇതിനെ കുറിച്ച് അമ്മയോട് സംസാരിച്ചു? ഇല്ല. പിന്നെ അതാ അവരുടെ പ്രകൃതം മാഷേ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അമ്മ സമ്മതിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ലാന്ന് വെച്ച് മുന്നോട്ട് പോവുക തന്നെ. അത് ശരിയല്ല. താൻ പോയി അമ്മയോട് സംസാരിക്കേ. ഇവിടെ നിന്ന് ഊഹം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പോ സമ്മതിച്ചാലോ? അത് ശരിയാ. അമ്മേ, അമ്മയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? അമ്മയ്ക്ക് ഞാനിവിടെ ഇല്ലാത്തപ്പം ഒറ്റയ്ക്കിരിക്കാൻ പേടിയാവോ? എടാ, എന്നെ കണ്ടാ പേടിക്കുന്നവരേ ഉള്ളു ഈ നാട്ടില്. നീ പോയി കുറച്ച് പുഴയില എടുത്തോണ്ട് വാ. അവിടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ നല്ല ഭംഗിയുള്ള ഒരു പുഴയുണ്ട്. പുഴയിലിറങ്ങി ആണോടാ നീ കുളിക്കുക?
ഞാനവിടെ താമസിക്കുന്ന വീടിന്റെ താഴെ വെള്ളമൊക്കെ ചൂടാക്കി. ആ അങ്ങനെ കുളിക്കാവൂ, അല്ലാതെ കണ്ട അലവലാതെ പിള്ളേരുടെ കൂട്ട് പുഴയിലെന്ന് പറയാൻ കുളിക്കരുത്. ആ നീ ആ രാമനാരോട് പറ പശുവിന് കുറച്ച് വൈക്കോൽ എടുത്തു കൊടുക്കാൻ. രാമനാരെ പശുവിനെ കുറച്ച് വയ്ക്കോലെ. അമ്മ ഉറങ്ങിയോ? അവള് കിടന്നു. അപ്പുണ്ണിയോ? അപ്പുണ്ണിയും എന്തേ? ആ നീ ആ കഥ കിടക്ക്. ഞാനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുക. എന്താ അത്? അമ്മുവിന്റെ കാര്യ. മേനോന് അമ്മുവായിട്ടൊരു ബന്ധമായാൽ കൊള്ളാവുന്ന ആരോടൊക്കെ പറഞ്ഞു അത്രേ. അതെങ്ങനെ ശരിയാവുക? അപ്പുണ്ണിയുടെ കാര്യം നമ്മൾ ഉറപ്പിച്ചതല്ലേ? അത് ശരി തന്നെ. പക്ഷെ മേനോനെ പോലെ ഒരാളെ മരുമകനായി കിട്ടിയാൽ അതൊരു ഭാഗ്യല്ലേ മാളൂ? എന്ത് ഭാഗ്യെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അപ്പുണ്ണിക്ക് നമ്മൾ എന്ന് തീർച്ചപ്പെടുത്തിയതാ? നീ തന്നെ ഒന്ന് പറ. അപ്പുണ്ണിയോ മേനോനോ ആരാ കേമൻ? അത് മേനോൻ തന്നെയാവും. തറവാടിയാണ്. തറവാടി മാത്രമല്ല, സർക്കാർ ശമ്പളക്കാരനും കൂടിയാണ്. ചെമ്മല പുതുശ്ശേരിക്കാരുമായി ഒരു ബന്ധമാവുക എന്ന് വെച്ചാൽ ചില്ലറ കാര്യമാണോ? പക്ഷേ അപ്പുണ്ണിക്ക് എന്ത് തോന്നും? അവൻ നമ്മുടെ കുട്ടിയല്ലേ, എന്ത് പറഞ്ഞാലും കേട്ടോളും. അവന് നമുക്ക് വേറൊരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാം. കാര്യം അപ്പുണ്ണിയാണെങ്കിലും അവനൊരു ചായക്കടക്കാരനല്ലേ മാളൂ? നിങ്ങൾക്ക് എന്താ തോന്നുന്നു വെച്ചാ ചെയ്തു. എനിക്കൊന്നും അറിയില്ല. മേനോൻ അങ്ങനെ ഒരു ആലോചനയുമായി ഇങ്ങോട്ട് വന്നാൽ നമുക്ക് നിങ്ങൾ നടത്താം. അവര് വരുമോ? വരണം. അതാ എന്റെ കണക്കുകൂട്ടൽ. പക്ഷേ അപ്പുണ്ണിയോട് നമ്മളിതൊന്നും ഭാവിക്കണ്ട. ഓ എന്തൊരു ബുദ്ധിയാണ് നിങ്ങളുടെ. നീ വിളക്കണത്തേക്ക് എണ്ണ കത്തിച്ച് കളയണ്ട. നാട്ടുകാർ പറയുന്നത് മുഴുവൻ തെറ്റാവോ അമ്മോ? എനിക്കറിയില്ല. എന്റെ കല്യാണക്കാരും തീരുമാനിക്കുന്നത് എന്റെ അച്ഛനാ. അച്ഛൻ നോക്കിക്കോളൂ. അപ്പൊ അപ്പുണ്ണിയേട്ടനോട് നിനക്ക് ഇഷ്ടല്ലേ? നല്ലേ? അപ്പുണ്ണിയേട്ടന് എപ്പോഴും എന്നോട് ദേഷ്യ. മാഷക്കോ? മാഷ് നല്ല സ്നേഹമുള്ളവനാ. അമ്മോ വെള്ളക്കുപ്പായും ചിരിയും കണ്ട് നീ വീഴരുത്. അപ്പുണ്ണിയേട്ടനെ പോലെ സ്നേഹമുള്ള ഒരാളെ നിനക്ക് കിട്ടില്ല. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. ചോദിക്കാതെ കൽവിന്റെ പുറം പോക്കിൽ കുടിലും വെച്ചതിലങ്ങുകൂടി കിനാവിന്റെ വരമ്പത്ത് മഴ വന്ന സമയത്ത് നനയാതൊതുങ്ങി നിന്നൊരു പെണ്ണ്. അതൊക്കെയാണ് വിശേഷം. ഇനി നമുക്ക് ഈ വീട് ഇടിച്ചു പൊളിച്ച് വലിയ ടെറസാക്കണം. ആ മോളെ നീ ഇത് എവിടെയായിരുന്നത്? പുതിയാപ്പിള വന്നേക്കണേ. ഓടിക്കളഞ്ഞ എത്ര നാളെങ്ങനെ ഒളിച്ചുകൊണ്ട് നടക്കാൻ പറ്റിയ ആളുകളാണെങ്കിലും ഉള്ളതേക്കാൾ കൂടുതൽ പറയാൻ തുടങ്ങി. ഇനിയെങ്കിലും നമ്മൾ വേഗം നടത്തിക്കൂടെ മാഷേ? നടത്തണം. അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എനിക്ക്. അത്രേ വേണ്ടൂ. അമ്മയ്ക്ക് ഇഷ്ടായില്ലെങ്കിലോ? ഇഷ്ടമാവും. അതൊക്കെ ഞാൻ പറയേണ്ട രീതി പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. എങ്ങനെയായാലും കൊള്ളാം. ഇനി താമസിപ്പിക്കാതിരുന്നാ മതി. ആ അപ്പുണ്ണിയാണെങ്കിൽ മഹാദേശിക്കാരനാണ്. അപ്പുണ്ണി വല്ലതും പറഞ്ഞോ? അങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ലല്ലോ അവൻ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ അവൻ തണുത്തുള്ളൂ. ഞാൻ അരി എന്തോന്ന് നോക്കട്ടെ. ഞാൻ അമ്മയോട് ഉടനെ തന്നെ പറയാൻ പോവാ. അമ്മുവിന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടാവോ? അറിയില്ല. അമ്മുവിന്റെ സമ്മതം പോരെ? കല്യാണമേ ഞാൻ പോവാ. ആ ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പ് നീ അവളെ കെട്ടതാണ് നല്ലത്. ഞാൻ എപ്പോ കിട്ടിയത് നിങ്ങൾക്ക് എന്താ? എനിക്കൊന്നുമില്ല. ഞാൻ ഉള്ളത് പറഞ്ഞതാ. ഇക്കാലത്ത് നല്ലത് പറഞ്ഞാലും കുറ്റാണല്ലോ. കല്യാണം വേഗം നടത്തിയില്ലെങ്കിലേ അവളെ ആണുങ്ങൾ കൊണ്ടുപോകും. ആരും കൊണ്ടുപോകില്ല. എന്നാ ഇനി തുറന്ന് പറഞ്ഞുതരാം. ആ മേനോമാഷ് കൊണ്ടുപോകും അവളെ. അനങ്ങില്ലവൻ. നീ എന്തിനാണ് എന്നോട് ചാടി കളിക്കുന്നത്? നാട് മുഴുവൻ പാട്ടാ ഇത്.
ഇനിയൊക്കെ എന്റെ ഇഷ്ടം. ആ ഇത് പേപ്പറാ, എന്നാ അതിന്റെ കാശ്. വികരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്കു വാൽമേൽ വാൽമേൽ ശൗര്യമാകുന്നു. വയം അതിനു ചടുതി വസനേന വാൽ വേഷ്ടിച്ചു വന്യകൊളുത്തി പുരത്തിലെല്ലാടവും രജനി രജനി ജരപരിവൃഢം. നീ എന്താ അത്ര നേരത്തെ? ഉണ്ണാറാവുന്നതല്ലേ ഉള്ളൂ. എന്നാ എന്റെ കല്യാണം? എന്താ ഇത്ര പെട്ടെന്നിങ്ങനെ? ഒക്കെ തീർച്ചപ്പെടുത്തിയതല്ലേ, പിന്നെ എന്താ താമസം? താമസമൊന്നും അല്ല, ഞാൻ ഒരാളോട് ഇത്തിരി കാശ് ചോദിച്ചത്, അതൊന്ന് കിട്ടട്ടെ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്താ ഇത്ര ചോദിക്കാനുള്ളത്? രജനി രജനി ജരപരി വിടലെടുത്തു ആദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ നിഖിലതിശി വരുമിക കേൾക്കുവാറു. ഇനിയിപ്പോ ഊണ് വെച്ചിട്ട് പോയാ പോരേടാ. നിഖിലതിശി പലരുമിക കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു. ഒക്കെ തീർച്ചപ്പെടുത്തിയതല്ലേ. വദനവികരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്കു വാൽമേൽ വാൽമേൽ ശൗര്യമാകുന്നു. വയം അതിനു ചടുതി വസനേന വാൽ വേഷ്ടിച്ചു വന്യകൊളുത്തി പുരത്തിലെല്ലാടവും രജനി രജനി ജരപരിവൃഢം. നീ എന്താ അത്ര നേരത്തെ? ഉണ്ണാറാവുന്നതല്ലേ ഉള്ളൂ. എന്നാ എന്റെ കല്യാണം? എന്താ ഇത്ര പെട്ടെന്നിങ്ങനെ? ഒക്കെ തീർച്ചപ്പെടുത്തിയതല്ലേ, പിന്നെ എന്താ താമസം? താമസമൊന്നും അല്ല, ഞാൻ ഒരാളോട് ഇത്തിരി കാശ് ചോദിച്ചത്, അതൊന്ന് കിട്ടട്ടെ. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എന്താ ഇത്ര ചോദിക്കാനുള്ളത്? രജനി രജനി ജരപരി വിടലെടുത്തു ആദ്യം കൊട്ടി രാത്രിയിൽ വന്നൊരു കള്ളനെന്നിങ്ങനെ നിഖിലതിശി വരുമിക കേൾക്കുവാറു. ഇനിയിപ്പോ ഊണ് വെച്ചിട്ട് പോയാ പോരേടാ. നിഖിലതിശി പലരുമിക കേൾക്കുമാർ ഉച്ചത്തിൽ നീളെ വിളിച്ചു പറഞ്ഞു നടത്തുകൽ കുലഹരകൻ ഇവനറിയ നിസ്തേജനനുതൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം. അമ്മേ അമ്മേ എന്താടാ? അമ്മ പേരാറ്റ് വീട്ടിൽ അയ്യപ്പൻ പടനായരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആര്? പേരാറ്റ് പടവീട്ടിൽ അയ്യപ്പൻ നായരെ കുറിച്ച്. പേരാറ്റുകാരെ പറ്റി കേട്ടിട്ടുണ്ട്. തറവാട് കുട്ടിച്ചോറാക്കി നാട് വിട്ട് ഓടിപ്പോയവരല്ലേ? ആ തറവാട്ടിലെ ഒരു അയ്യപ്പനാരെ ഇപ്പൊ ഞങ്ങളുടെ സ്കൂളിനടുത്താ. സ്വന്തമായിട്ട് ഒരു ചായക്കട ഉണ്ട് അയാൾക്ക്. അതിന് അയാൾക്കൊരു മകളേ ഉള്ളൂ. കണ്ടാ നല്ല കുട്ടിയാ. അങ്ങനെ എത്ര നല്ല പെൺകുട്ടികളുണ്ട്? എനിക്ക് അവളെ കല്യാണം കഴിക്കണം. ഒന്നുകൂടെ പറ. എനിക്ക് അവളെ കല്യാണം കഴിക്കണം. നാണം കെട്ടവനെ, ചെമ്മല പുതുശ്ശേരി തറവാട്ടിലേക്ക് ഒരു ചായക്കടക്കാരന്റെ മോളെ കല്യാണം കഴിച്ചോണ്ട് വരാനോ? കൊന്നോളാൻ എന്നെ ഞാൻ. അമ്മയുടെ ചാടുമൊന്നും വേണ്ട. ഒരാൾക്ക് അവര് സ്ഥാനികളായിരുന്നു. എടാ, എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? നിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം നിന്നെ വളർത്തി ഈ നിലയിലാക്കിയത് ഞാനാ. അല്ലെന്ന് ആര് പറഞ്ഞു? എന്നാ ഞാൻ പറയുന്നതിനപ്പുറം നീ പ്രവർത്തിക്കരുത്. അമ്മുവിനെ ഒരിക്കൽ കണ്ടാലേ അമ്മയുടെ ഈ ദുരഭിമാനം ഒക്കെ മാറും. അവനും അവന്റെ ഒരു അമ്മു അവരെങ്ങാനും ഈ ആലോചനയായിട്ട് ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ അവളെ കല്യാണം കഴിക്കും. എന്നാ കല്യാണത്തിന്റെ അന്ന് പന്തലി വന്ന് മുഹൂർത്ത സമയത്ത് കെട്ടി തൂങ്ങിച്ചാവും ഞാൻ. തന്ത്രപരമായി നമുക്ക് അല്പം തെറ്റിയെന്ന് തോന്നുന്നു എന്നെ. എങ്ങനെ? മധ്യസ്ഥനായി ഞാൻ നിങ്ങളോട് വരേണ്ടതായിരുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല മാഷേ. അമ്മയ്ക്ക് വല്ലാത്ത പിടിവാശിയാണ്. ഒന്ന് പറഞ്ഞ തന്നെ, പിന്നെ ചത്താനും അതിന് മാറില്ല. ഇനി എന്ത് ചെയ്യും? കാര്യം അയ്യപ്പൻ നായരോട് തുറന്നു പറഞ്ഞാലോ? എന്നാൽ അതാ നല്ലത്. പക്ഷെ കുറുപ്പാശൂടെ വേണം. അയ്യോ, അതല്ല മെന്നെ. ഇത്തരം കാര്യങ്ങൾ നേരിട്ടാവുന്ന ഭംഗി. അയ്യപ്പൻ നായരോട് ധൈര്യമായിട്ട് ചെന്നിട്ട് എങ്ങടാ പറയാ, നോക്കാലോ എന്താ ഉണ്ടാവുമെന്ന്.
നടന്നാൽ നല്ല ബന്ധമാണ്. മേനോൻ അമ്മയോട് ചോദിച്ചോ? ചോദിക്കാതിരിക്കുകയാണ് നല്ലത്. അത് പാടില്ല. അമ്മയ്ക്ക് ഒറ്റ മകനല്ലേ മേനോൻ? അമ്മയ്ക്ക് സമ്മതമല്ല. എന്താ സമ്മതമല്ലാതാവാൻ? അവരൊക്കെ പഴയ പ്രതാപം പറഞ്ഞിരിക്കുന്ന കൂട്ടരാ. ചെമ്മല പുതുശ്ശേരിക്കാര് പേരാറ്റുപട വീട്ടുകാരെക്കാൾ ആഠ്യനാണെന്നായിരിക്കും അമ്മയുടെ വിചാരം അല്ലേ? കല്യാണം കഴിഞ്ഞാ അതൊക്കെ ശരിയാകുന്നേ. അത്ര വില കിട്ടിട്ടൊന്നും വേണ്ട. കത്ത് നിന്നിരുന്ന കൂട്ടത്തിലാ ഞങ്ങളുടെ നിലപാടും. അയ്യോ, അതിത്ര പറയാനുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. മേനോൻ അറിയാമായിരിക്കും, പക്ഷെ മേനോന്റെ അമ്മയ്ക്കറിയില്ല. പറഞ്ഞില്ലേ അമ്മയോട്? അതിന് കേൾക്കാൻ ക്ഷമ കാണിച്ചിട്ട് വേണ്ടേ? അവളിവിടെ കെട്ടിക്കിടക്കൊന്നുമല്ല. ഞാനൊന്ന് മൂളാൻ കത്തിരിക്കാം ഓരോരുത്തര്. ശോഭിക്കാതിരിക്കൂ, ഞാൻ പിന്നെ വരാം. നമുക്ക് കാര്യങ്ങളെല്ലാം ഭംഗിയായി സംസാരിച്ചു തീർക്കാം. ഞാൻ വരട്ടെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ തള്ളയ്ക്ക് നമ്മുടെ പാരമ്പര്യം എന്താണെന്ന് മനസ്സിലായി കാണില്ല. അതിനെന്താ ഒരു വഴി? ആ വഴിയുണ്ട്. ആരുമില്ലേ ഇവിടെ? വാതിലും ജനലും എല്ലാം തുറന്നിട്ടിട്ട് അകത്ത് കയറി ഇരിക്കുകയാണോ? പണ്ടത്തെ കാലമൊന്നുമല്ല. ആരാ? കേട്ട് കാണും. പേരാറ്റുപട വീട്ടിൽ അയ്യപ്പൻ നായർ. ഓ, ആ ചായക്കടക്കാരൻ താനാണോ? എന്തേ പോന്നത്? മകൻ പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ കണ്ട ചായപ്പിടിയക്കാരന്റെ മകളെ എന്റെ മരുമകളായി ഈ വീട്ടിൽ കയറ്റാൻ പറ്റൂല. അത് പറയാനായിട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. സാമൂതിരിയുടെ പടനായന്മാരായിരുന്നു എന്റെ പൂർവികർ. ചെമ്മല പൂതശ്ശേരിക്കാരുടെ പടി ചവിട്ടാൻ അവർക്ക് യോഗ്യതയില്ല. കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കുന്നതല്ലേ ഭംഗി? ഇത്രയും കാലവും പഠിക്കാത്ത മര്യാദ താൻ ഇനി പഠിപ്പിക്കണ്ട. അപ്പോ നിങ്ങൾക്ക് ഈ ബന്ധം സമ്മതമല്ല എന്നാണോ? അതിനിയും പറയണോ? പണത്തിന്റെ കാര്യത്തിലേ എനിക്ക് അല്പം കുറവുള്ളൂ. ഉപ്പ് വിറ്റാൽ ഉഷിര് വിൽക്കുന്നവനല്ല അയ്യപ്പൻ നായർ. എന്നാ താമസിപ്പിക്കണ്ട, ഇറങ്ങിയാട്ടെ. തുനിഞ്ഞിറങ്ങിയാ പിന്നാകുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഇഷ്ടപ്രകാരമല്ലാതെ ഈ വീട്ടിനകത്ത് യാതൊന്നും സംഭവിക്കില്ല. എന്റെ കാലം കഴിഞ്ഞിട്ട് ഏത് ചായക്കടയിൽ വേണേലും അവൻ സംബന്ധം ചെയ്തോട്ടെ. എന്നാ നിങ്ങൾ ജീവനോടുള്ളപ്പോ തന്നെ ഈ സംബന്ധം ഞാൻ നടത്തും. ഓ, പെണ്ണിനെയും ചെറുക്കനെ അനുഗ്രഹിക്കാനേ മുഹൂർത്തത്തിന് ഞാൻ അവിടെ കാണും. കാണാം. പോയ കാര്യം എന്തായി? മേനോന്റെ അമ്മ സമ്മതിച്ചോ? ഈ കല്യാണം എത്രയും വേഗം നടത്തിയാൽ നമുക്ക് നമ്മുടെ മാനം കാക്കാം. അപ്പൊ സമ്മതിച്ചില്ലേ? സമ്മതിക്കണം. ആ തള്ള ജീവനോട് ഇരിക്കുമ്പോ അവരുടെ മകനെ കൊണ്ട് ചായപ്പിടിക്കാരന്റെ മോളെ കല്യാണം കഴിപ്പിക്കില്ലാത്രേ. എന്നിട്ട് എന്തേ പറഞ്ഞേ? എല്ലാവരും നടത്തിയിട്ടേ കാര്യമുള്ളൂ. ഞാനും പറഞ്ഞു. അസലായി. നാളെ തന്നെ മേനോനെ കണ്ട് വാക്ക് കൊടുക്കാൻ പോവാ. അറിയാലോ ആരാ ജയിക്കാന്ന്. അപ്പുണ്ണി, നീ ഇങ്ങനെ മോന്തയും വീർപ്പിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ്? നിന്നോട് കല്യാണം കഴിക്കുന്ന അമ്മ എത്ര കാലമായി പറയണത്? നീ കേട്ടാ? അതൊക്കെ പോട്ടെ, നീ ഒരു ചായ പാരി. ചായ ഇല്ല. ചായ ഇല്ലേ? ഇല്ലാഞ്ഞിട്ടാ തരാഞ്ഞിട്ടാ?
തരാണ്ടാന്ന് കൂട്ടിക്കോ. അല്ല പുണ്യേ, അമ്മാവനോടുള്ള വിരോധം നീ ഞമ്മളോട് കാണിക്കണം എന്തിനാണ്? വേണ്ട, നീ ചായ തരണ്ട, നമ്മ കുടിക്കണമില്ല. ആ ചെല്ലി, ഓ ഇങ്ങളെയും കാത്ത് ഇരിക്കുകയാണ്. എന്താ പുണ്ണി നിനക്കൊരു വ്യസനം? എന്ത് പറ്റിയതാ നിനക്ക്? നിങ്ങളെന്നെ പറ്റിച്ചില്ലേ? ഞാനോ? ആ, അമ്മൂനെ നില കൊടുക്കാൻ നേരില്ലേ? അയ്യോ, അതിനെന്താ? എടാ, അമ്മ പോയാലും നീ എന്റെ മരുമോനല്ലാണ്ടാവോ? നിനക്ക് നല്ല പളുങ്ങ് പോലൊരു പെണ്ണിനെ അമ്മാവ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി അവളാ എന്റെ മോള്. എനിക്ക് പെണ്ണ് കെട്ടണ്ട. പിന്നെ തറവാട് പൊളിച്ചു വെച്ച് എന്റെ ഓഹരി കിട്ടിയാൽ മതി. എന്തിനാണാവോ? ഞാൻ വല്ല തമിഴ് രാജ്യത്തും പോയി ജീവിച്ചോളാം. എടാ പൊട്ട, പൊട്ടാന്ന് വിളിച്ചാണ്ടല്ലോ, അമ്മാമയാണെന്ന് നോക്കൂല്ലോ ഞാൻ. 2 ദിവസത്തിനകം എനിക്ക് എന്റെ വീതം കിട്ടണം. അല്ലെങ്കിലാ കണക്കന്മാർക്ക് കൂലി കൊടുക്കാനുണ്ട്. വടക്കേ പറമ്പിൽ നോക്കാം. വടക്കേ പറമ്പിലെ ചന്ദ്രൻ 54. മീനമാസത്തിൽ ഇത് കണ്ടാ പോരല്ലോ. അയ്യപ്പൻ നായർ എന്താ പതിവില്ലാതെ? അധികാരി ഒന്ന് കാണാൻ തന്നെയാ. ഇത് അങ്ങോട്ടൊന്ന് എടുക്കണം. കാഴ്ചക്കൊല്ലയോ? അയ്യപ്പൻ നായർ തന്നെയാണോ അത്? അങ്ങോട്ട് ഇരിക്കുക. ഞാൻ ഇവിടെ ഇരുന്നോളാം. കുറെ നാളായിട്ട് വിചാരിക്കുന്നതാ, ഇന്നേ തരപ്പെട്ടുള്ളൂ. എന്തെങ്കിലും കാര്യസാധ്യം ഉണ്ടാവും, അല്ലാതെ അയ്യപ്പൻ നായർക്ക് ബുദ്ധി തോന്നില്ല. അയ്യോ, അങ്ങനെ വിചാരിക്കരുത്. എന്താ ഒരു കാര്യം പറയാനില്ലേന്ന് ചോദിച്ചാ ഉണ്ടേന്. അതെന്താ? അപ്പുണ്ണിയുടെ കാര്യമാ. എന്തു പറ്റിയവന്? ചില കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാനുണ്ട്. അധികാരി വിചാരിച്ചില്ലേ നടക്കും. എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. എന്താ വേണ്ടെന്ന് പറയും. അമ്മൂന് മേനമാഷയുടെ ആലോചന വന്നിട്ടുണ്ട്. അയാൾ നേരിട്ട് വന്ന് ചോദിച്ചപ്പോ മര്യാദയുടെ പേരിൽ ഞാനും അങ്ങോട്ട് സമ്മതിക്കുകയും ചെയ്തു. എന്താ അയ്യപ്പൻ നായരെ ഇത്? ആ ചെക്കൻ എത്ര കാലമായി കാത്തോണ്ടിരിക്കണു? താൻ തന്നെയല്ലേ പറഞ്ഞ് ആശിപ്പിച്ചത്? അല്ല, നാട്ടുകാർ ചേട്ടാ അതൊക്കെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു ശ്രുതിയൊക്കെ ഞാനും കേട്ടു. നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് വിട്ടേക്കണം. അപ്പണ്ണി ഇതിപ്പോ ഇന്നാവും നാളെ ആവും എന്ന് വിചാരിച്ചിരിക്കുമ്പോ നിങ്ങൾ ചുവട് മാറ്റി ചവിട്ടിയാൽ അത് മഹാപാപല്ലേ അയ്യപ്പൻ നായര്? ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. എന്താ അയ്യപ്പൻ നായരൊന്നും മിണ്ടാത്തത്? സാമൂതിരിയുടെ പടനായന്മാർ വളർന്ന തറവാടാ. ഞാനോ ചായക്കച്ചവടക്കാരനായി. അടുത്ത തലമുറയെങ്കിലും അങ്ങനെ അല്ലാണ്ട് ആവണമെന്നൊരു മോഹം. അപ്പുണ്യാണ് അമ്മൂനെ കെട്ടണമെന്ന് വെച്ചാ പേരാറ്റ് പടവീട്ടുകാര് ചായക്കിടക്കാരാണെന്നേ ആളുള്ളവര് പറയും. മേനമാഷാവുമ്പോ എനിക്ക് ആ പഴയ പാരമ്പര്യം അങ്ങനെ തന്നെ നിലനിർത്താൻ പറ്റും. അമ്മൂനും അയാളോട് ഇത്തിരി താല്പര്യ. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അപ്പുണ്ണി ആ കലികൊണ്ട് നിൽക്കുക. പണ്ട് തറവാട് പൊളിച്ച് വിറ്റതിന്റെ ഓഹരി വേണത്രേ. നാട് വിടാൻ പോവാണ്. 2 ദിവസത്തിനുള്ളിൽ ഓഹരി കൊടുത്തില്ലെങ്കിൽ അവൻ എന്താ ചെയ്യാൻ പോണെന്ന് പറയാൻ പറ്റില്ല. തന്നെയുമല്ല, അവൻ പോയാ പിന്നെ പീഡിയെ എങ്ങനെയാ നടത്തേണ്ടെന്ന് എനിക്കൊട്ട് അറിയാനും വയ്യ. അപ്പോ ഒന്നാമതായി അമ്മുന്റെ മേനോമാഷൻ കല്യാണത്തിന് അവൻ സമ്മതിക്കണം. രണ്ടാമതായി ഓഹരി ചോദിക്കരുത്. മൂന്നാമതായി കല്യാണം കഴിഞ്ഞാലും അവൻ ചായപ്പടി വിട്ട് പോകാൻ പാടില്ല. അധികാരി എങ്ങനെയെങ്കിലും അവനെ കൊണ്ട് അതൊക്കെ ഒന്ന് സമ്മതിപ്പിക്കണം. മഹാകഷ്ടാണ് കാര്യം. എങ്കിലും അയ്യപ്പൻ നായർ ഇത്രത്തോളം ഒന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. താൻ പോണ വഴിക്ക് ആ ഹാജിയാരോടൊന്ന് ഇവിടം വരെ വന്നേച്ച് പോകാൻ പറഞ്ഞു എന്ന് പറയാം. ഇപ്പൊ അപ്പുണ്ണി എന്ത് പറയാവോ? അയ്യപ്പൻ നായർ കാണിച്ചത് തെണ്ടിത്തരാ.
ഇത്രയും നാളും അമ്മു അപ്പുണ്ണിക്ക് എന്ന് പറഞ്ഞിരുന്നിട്ട് എങ്ങാണ്ടോ കിടക്കുന്ന ഒരു മാഷെ കണ്ടപ്പോ അയാൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കാന്ന് വെച്ചാ ചെണ്ടിത്തരവാ. അയാൾ വാക്കിന് വ്യവസ്ഥയില്ലാത്തവനാ. അപ്പുണ്ണി തറവാടി ആയതുകൊണ്ടാ ഇപ്പൊ നേരെ തടി ചേറ്റാവാതിരിക്കുന്നത്. അല്ലെങ്കിൽ നിലവിട്ട് കളിക്കുന്നവനല്ല അപ്പുണ്ണി. ഇനിയിപ്പോ വേറൊരു കാര്യം, ഈ പെണ്ണ് പോയിന്ന് വെച്ചോളൂ, ഇതിനേക്കാൾ സുന്ദരിയായ ഒരു പെണ്ണ് കിട്ടില്ലേ അപ്പുണ്ണിക്ക്? അത് ചോദിക്കാനുണ്ടോ? നല്ല പണക്കാരത്തി പെൺകുട്ടിയെ തന്നെ കിട്ടും അപ്പുണ്ണിക്ക്. അപ്പുണ്ണി, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുവോ? എന്ത് കാര്യം? നിന്റെ അമ്മാവനെ പറ്റി ഈ നാട്ടുകാർക്കൊക്കെ അറിയാം. അയാൾ ചെറ്റയാ, ഓന്തിനെ പോലെ നിറമാറുന്നവനാ. ഇപ്പൊ ഈ സംഭവം കൂടെ ആയപ്പോ മുഴുവനായി. നീ അങ്ങനെയല്ലല്ലോ. പേരാറ്റ് പടവീട്ടിൽ അപ്പുണ്ണി എന്ന് പറഞ്ഞാൽ ആരാ? തറവാടി, അന്തസ്സുള്ളവൻ, അഭിമാനി. എന്താ ഹാജിയാരെ? അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. അപ്പോ തറവാടിന്റെ മാനം കാക്കേണ്ടത് നിന്റെ ചുമതലയല്ലേ? ഞാൻ എന്താ ചെയ്യണ്ടേ? നിന്റെ അമ്മാവന്റെ മകളല്ലേ അമ്മു. അവളുടെ ആഗ്രഹം മറ്റൊന്നാണെന്ന് മനസ്സിലായാൽ പിന്നെ അധികം പറയിപ്പിക്കാതെ ആ കല്യാണം കൊണ്ട് നടത്തി കൊടുക്കാന്നുള്ളതല്ലേ നമ്മുടെ ചുമതല. ഞാൻ പോവുക എവിടേക്കെങ്കിലും. പൊക്കോ, പക്ഷെ ഒരു തറവാടി എന്ന നിലയ്ക്ക് ഈ കല്യാണം നടത്തി കൊടുത്തിട്ട് നീ എവിടെ വേണമെങ്കിൽ പൊക്കോ. നാളെ പേരാറ്റ് പടവീട്ടിലെ കാരണവരാവേണ്ടവനാ നീ. നാലാള് പറയട്ടെ അമ്മാവൻ ചെറ്റയും മരുമോൻ അന്തസ്സുള്ളവനാണെന്ന്. കല്യാണം നടത്തി കൊടുക്കാണ്ട് പോയ ആളുകൾ പറയില്ലേ അപ്പുണ്ണി അസൂയ ഉണ്ടാണെന്ന്? അപ്പുണ്ണി, നിങ്ങൾ നോക്ക്, ഞാനാ പറയണത്. നീ മുൻകൈ എടുത്ത് ഈ കല്യാണം നടത്തി കൊടുക്കും. കല്യാണം കഴിഞ്ഞ് പുലർച്ചെ കോഴി കൂവിയ എന്നെ ഇവിടെ കാണില്ല. വേണ്ട, പക്ഷെ അതുവരെ നീ കൂടെ ഉണ്ടാവണം എല്ലാത്തിനും. കാപ്പി. എന്തിനാ ഇത്രയും പാലിച്ചത്? കടയിൽ കൊടുത്തയച്ചാ കാശാ. ഓ, ഇത് കഴിഞ്ഞിട്ടുള്ള കാശ് മതി. കുടിച്ചേ. കല്യാണം കഴിഞ്ഞാ പറഞ്ഞതുപോലെ അപ്പുണ്ണി നാട് വിട്ടു പോയാലോ? നിനക്ക് ഭ്രാന്തുണ്ടോ? അവൻ ഇവിടെ നിന്നും പോകാൻ പോണില്ല. പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ് അപ്പുണ്ണി. അതാണ് എനിക്ക് പേടി. കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, അത് അപ്പ നോക്കിക്കോളാന്ന് അധികാരി ഏറ്റിട്ടുണ്ട്. ഇത്രയും വലിയ കാര്യം പറഞ്ഞ് സമ്മതിപ്പിക്കാതെ പിന്നെ ഇതിനാ. ഓ, നിങ്ങളൊരു വല്ലാത്ത മനുഷ്യൻ തന്നെ കേട്ടോ. അതിപ്പോഴേ മനസ്സിലായുള്ളൂ. അപ്പോ എന്നാ നമുക്ക് നടത്തണ്ടേ? അതൊക്കെ അധികാരി ഏറ്റിരിക്കുക. തീയതിയും മുഹൂർത്തവും ഒക്കെ മൂപ്പര് നോക്കിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്തിരി ഒന്ന് പുകഴ്ത്തി കൊടുത്താ പിന്നെ എന്ത് ചെയ്തോളും. ഈ ശനിയാഴ്ച രാത്രി ആയാലോ എന്നെ ആവാം. ശുഭസ്യ ശീഘ്രം എന്നാണല്ലോ പറയാ. പ്രത്യേകിച്ചും ഇതുപോലൊരു കേസ്. അപ്പോ ഇനി ദിവസാധിയില്ല, വേഗം കൂടണമെന്നർത്ഥം. രാത്രി 8 മണിക്കാണ് നല്ല മുഹൂർത്തം എന്നാ പണിക്കിന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എത്ര പേരുണ്ടാവും? ഞങ്ങൾ 3 മാഷന്മാരും മേനും മതിലോ? ധാരാളം മതി. അപ്പോ ഇനി നമ്മൾ കല്യാണത്തിന്റെ അന്നേ കാണൂ. ശരി. അയ്യപ്പൻ നായരെ, നിങ്ങൾക്ക് ആ കൂടെ ഉള്ള ഒരു മകളാ. കല്യാണം ഇത്തിരി ഭേദമായിട്ട് തന്നെ നടത്തണം. ചെമ്മല പോലശ്ശേരിക്കാരറിയട്ടെ അയ്യപ്പൻ നായർ ആരാന്ന്. അയ്യോ, അത്ര കേവമായിട്ടൊന്നും വേണ്ട. എന്നാൽ തീരെ കുറഞ്ഞു വരെയും മതിയെന്ന് ചോദിച്ചാൽ അതും പാടില്ല. നിങ്ങൾ ഈ സോപ്പിന്റെ കളി കളിക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞായരെ. ചുളിയിൽ ഒരു മാസം കിട്ടിയതും പോലെ കല്യാണത്തിന് കായൊട്ട് ചെലവാക്കുകയില്ല. അധികാരി, കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു കൊടുക്കും. മുറ്റത്തൊരു പന്തലും പെട്രോമാക്സും വേണ്ടേ? അത് ഞമ്മളെ. പക്ഷെ കായ് നിങ്ങൾ കൊടുക്കണം. കൊടുത്തോളാം. പിന്നെ സദ്യ, ദഹനത്തിന് പട്ടന്മാര് തന്നെ വേണം. ചെയ്യുമ്പോ നമ്മൾ അതിന് മര്യാദയ്ക്ക് ചെയ്യണ്ടേ? ശരി. പിന്നെ സന്ധുബന്ധുക്കൾ സർവാണി ഇതെല്ലാം കൂടെ കൂടി ഒരു 100 പേര് കാണുമോ? ആള് കൂടുതൽ കാണും. ഞമ്മൾ ഇപ്പൊ തന്നെ പറയാം. ഒരു ചോറില്ല കൂട്ടാനില്ല എന്ന് പരാതി വന്നാൽ അതിന്റെ മാനക്കേട് മയ്യത്തായാലും കണക്ക് നോക്കി എപ്പോഴാണ് നിശ്ചയപ്പെടുത്താം. അമ്മേ, മോര് അങ്ങോട്ട് കൊടുക്കുമോളെ. വെടുക്കത്തി ഒക്കെ സൂത്രത്തിന് സാധിച്ചെടുത്തു അല്ലേ? ഒരു സമാധാനമുള്ളത്, അതിന് വിട്ട് കളിച്ച് അവള് ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയില്ല എന്നുള്ള. നിലവിട്ടൊന്നും കളിക്കില്ല. അവൾ എന്റെ മോളാ. മാഷ കിട്ടാൻ മോളെക്കാണ തിടുക്കം നായർക്കല്ലായിരുന്നു. അല്ലേ പറ. നാഗസ്വരം വേണ്ടേ? വേണം വേണം. പിന്നെ മാളോമയ്ക്ക് സഹായത്തിന് ആരെങ്കിലും വേണ്ടിവരും കല്യാണത്തിന് മുമ്പ് തന്നെ. അതെ. അങ്ങനെയാണെങ്കിൽ മേനോമാഷിക്ക് ഇത്രയും നാളും ചോറ് കൊടുത്താൽ കല്യാണിയും വേണ്ടല്ലോ, അവരായിക്കോട്ടെ. ആര് ആര് ആര്? പാവം. ഓ പാവം.
ആ വളയിൽ വേണുമാ. വാങ്ങിക്കുന്ന സാഹിത്യങ്ങളുടെ ലിസ്റ്റ് ഇതാകാൻ മാണു ഒരു ചാക്കും കിട്ടോ. ഒരു ചാക്ക് പോരെ നായരെ, നിങ്ങൾ ഈ കാര്യത്തിൽ പിശുക്ക് പിടിക്കല്ലേ. അത് മതി. ഈ നിസ്സാരമായ കാര്യത്തിൽ നിങ്ങൾ തമ്മിൽ വഴക്കൊണ്ട ആവശ്യമൊന്നുമില്ല. വേണ്ടി വരികയാണെങ്കിൽ ചന്തയിൽ ഒരു ചാക്കൂടെ മേടിച്ചാൽ മതിയില്ല. അതെ അതെ, വേണ്ട വേണ്ട. മാണു ആ കുട്ടി ചാക്കൂടെ കേട്ടോ. ചാക്കായിട്ട് ആരെങ്കിലും വിളിച്ചോ ഹാജാരെ. വെടുപ്പ ഇങ്ങടെ വിചാരം ഞമ്മള് തലയിലേറ്റിക്കൊണ്ടിരുന്ന കൂലിക്കല്ലാണ്ട് സാമാനം തലയിലേറ്റിക്കൊണ്ടുവരാനേ അപ്പുണ്യെ പോലെ മരുമക്കള് ഞമ്മക്കില്ല. ദേ എന്നാ ഇനി ഹാജിയാരി താമസിപ്പിക്കണ്ട. അല്ല അപ്പൊ കായ അയ്യോ, ഞാൻ അതൊക്കെ മറന്നുപോയി. ഞമ്മക്കറിയാൻ നിങ്ങളത് മറക്കുമെന്ന്. കൊണ്ട എന്റെ പടച്ചോനെ, കടയിന്ന് തുറന്നില്ല അപ്പുണ്ണി? ഇല്ല. നന്നായി. നാളെ നാല് അധികോട്ട് കെട്ടിക്കളല്ലേ, നാല് കുറവാ. അവിടെ ഷൂട്ടൊക്കെ ഓരോ കെട്ടി കെട്ടിയാൽ മതി. എന്തിനീ കിട്ടണത്? മറ്റൊന്നെ അഴിക്കാനുള്ളതല്ലേ. ഓരോന്നും ചീത്താക്കാൻ ഓടിക്കോളാം. കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടാൻ പറയാ. ഇപ്പൊ നേരെ പച്ചവെള്ളം വേണോ ചൂടുവെള്ളം വേണോ? കാപ്പി ഉണ്ടാക്കാൻ പറയണു. മാളു 2 കപ്പ് കാപ്പി ഉണ്ടോ? 2 പോരാ, 3 അപ്പുണ്ണിക്കും വേണം. എനിക്ക് വേണ്ട. ഓ നാളെയല്ലേ കല്യാണം. നീ ഇങ്ങനെ ഓരം തിരിഞ്ഞ് നടന്നാലെങ്ങനെയാ? 12 മണി നടക്കണ കണ്ടില്ലേ? അവരെ പോയി ഒന്ന് സഹായിക്കും. ചെല്ലൂ. എന്ത് വൃത്തികേടാ ഇപ്പൊ ധൈര്യം കാണിക്കുന്നത്? നാളെ ഒരു മംഗളകർമ്മം നടക്കേണ്ട പന്തലല്ലേ ഇത്? പന്തല് മുഴുവൻ തുപ്പിയിട്. ആ ശ്രീകരൻ അപ്പുണ്ണേട്ടാ, ചോറ് വിളമ്പി വെച്ചിരിക്കണം. നമസ്കാരം. അതോട്ട് ചെയ്യാം.
കല്യാണക്കാർ വരുമ്പോ ചായയോ നാരങ്ങ വെള്ളോ? ചായ തന്നെ ആയിക്കോട്ടെ. ആ. ഉണ്ണി കറിയാ? കറി ഉള്ളി കരിയുമ്പോ കണ്ണിൽ കൂടെ വെള്ളമല്ലാണ്ട് പിന്നെ ചോരയാ വരിക. അതല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. അജയൻ നിങ്ങൾ അവിടെ ഇരിക്കും, അവിടെ ഇരിക്കും. അയ്യപ്പൻ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് വരി. മേനോ മാഷെ മുറി കാണാനില്ല. വല്ല കൂട്ടുകാരെ വിളിക്കാൻ പോയിരിക്കും. സൂത്രത്തിൽ നടക്കണ കല്യാണമല്ലേ? അതല്ല, കാര്യത്തിരി ഗൗരവമുള്ളതാ. ഇന്ന് കാലത്ത് തൊട്ട് മാഷ് സ്ഥലത്തില്ല, മുറി പൂട്ടിക്കിടക്കുക. തീപ്പെട്ടി കമ്പനിക്കാരൻ വേലായുധം പറഞ്ഞതാ. ഇന്നലെ രാത്രി ആരോ മൂപ്പരെ കാണാൻ വന്നിരുന്നത്രേ. പലതും പറ്റുമെന്തോ. എന്ത് പറ്റാൻ? അസൂയക്കാരാണ് മുഴുവനും. ഇത്ര നേരായിട്ടും സ്ഥലത്തെത്താത്ത ആള് മുഹൂർത്തത്തിന് എത്തുന്നുണ്ടാവും ഉറപ്പ്. ചതിച്ചോ ഭഗവതി? നമുക്കൊന്ന് പോയി നോക്കാം. എന്താണ് ഈ സുകാര്യം? അജയ്, നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. എന്താണ് കരുണാകരൻ? ഞാനൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. അതെ, മേനോ മാഷ കാണാനില്ലേ? അല്ല, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടത്തെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. എവിടെയാ പോയത്? എന്തോ സാധനം മേടിക്കാൻ വേണ്ടി പോയതാ. ഇന്നലെ രാത്രി ഞാൻ കമ്പനി പൂട്ടുന്നവരെ മാഷ് സ്ഥലത്തുണ്ടായിരുന്നു. പിന്നെ പൂട്ടിക്കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോ ഒരാള് മുകളിലോട്ട് പോകുന്നുണ്ട്. എന്നിട്ട് കാലത്ത് ഞാൻ വന്ന് നോക്കുമ്പോ മുറി പൂട്ടിക്കിടക്കുന്നു. മാഷ് സ്ഥലത്തില്ല. രാത്രി നീ പോകുന്നതിന് മുമ്പ് ഏനോ വല്ലതും പറയുണ്ടായോ? എന്നോടൊന്നും പറഞ്ഞില്ല. നീ മാഷോട് വല്ലതും ചോദിച്ചോ? ഇല്ല. ആരാ രാത്രി വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടാ? ആ പെണ്ണ. ഒന്ന് വേഗം പറ. വേറെ ഇതാ നേരം പോണു. ആരെപ്പോലെ ഇരിക്കും? ആരെപ്പോലെ ഇരിക്കുന്ന ഞാൻ പറയേണ്ടത്? അല്ല, വെളുത്തിട്ടോ കറുത്തിട്ടോ? ഒന്ന് വേഗം പറയടാ. ഇക്കണക്കിന് വന്നാളുടെ തൂക്കമൊന്നും ചോദിക്കാൻ തുടങ്ങുമല്ലോ. എനിക്കറിയില്ല. കഴിഞ്ഞില്ലേ? എന്താണ് നോക്കിക്കുന്നത്? പോയി ജോലിയിലൂടെ. ആ, നീ ഇവിടെ കുത്തിയിരുന്നോ? ചോദിക്കേണ്ട മാതിരി നമ്മൾ ചോദിച്ചോളാം. ആ നേരെ നമുക്ക് പോയിട്ട് വരാം. ഇവൻ പണ്ടേ മുണ്ടേശിക്കാരനാണ് ആക്കിയത്. അവന്റെ ഒരു ദേഷ്യം. അതാരാ? നീ ഈ വഴിക്കൊന്ന് പോയി നോക്ക്. അതെ, വെറുതെ നോക്കിയാ പോരാ. കുന്തം പോയാ കുടത്തലും തപ്പണം എന്നാണ് പഴമൊഴി. ഒന്ന് വേഗം. കാലുകുട്ടിയമ്മേ, നിങ്ങൾ നമ്മളെ മേനോ മാഷ് കണ്ടോ? ഓ, ഇത് മറ്റേതാണല്ലോ. നിങ്ങൾ നമ്മളെ മേനോ മാഷെ കണ്ടോന്ന്? മോള് കഴിഞ്ഞ മകരത്തില് വന്നു പോയി. മോള് കഴിഞ്ഞ മകരത്തിലൊന്നു പോയോ? കുമ്പത്തിൽ അങ്ങോട്ട് മാറുകയല്ലേ. ചക്കാന്ന് പറയുമ്പോ മാങ്ങാന്നാണ്. ഇതിലൊന്നുമില്ല. അല്ല, ഒന്നുമില്ല. ഇത് അത് തന്നെയാണ്. ചന്ദ്രമ്മേ, ചന്ദ്രമ്മേ, മോളൊന്നും കൂടി മാറും. ഒന്നും കൂടി വരി, ഒന്നും കൂടി വരി. അല്ല, നിങ്ങൾ നമ്മൾ മേനമാഷ കണ്ടോ? ഇന്നല്ലേ കല്യാണം? കുട്ടനായരെ, കുട്ടനായരെ, നമ്മുടെ മേനോ മാഷ കണ്ടോ? എന്താ കല്യാണ ദിവസമായിട്ട് അയാളെ കാണാനില്ലേ? ഒന്നുമില്ല കുട്ടനായരെ. നായരെ, നീ ഇങ്ങോട്ട് വാ. വെറുതെ പറഞ്ഞ ആളുകളെ കൂട്ടല്ലേ, മാനക്കേടും. ഒന്നവിടെ നിൽക്കേ. നിങ്ങൾ നമ്മളെ മേനോ മാഷ കണ്ടോ? തെങ്ങുമലോ? തെങ്ങുമലല്ലടോ. ഇതിനെപ്പറ്റി അറിയില്ല പറഞ്ഞ ഒന്നും കേട്ടോ, ഒറ്റ മിനിറ്റ്. നിങ്ങളടക്ക് ഇത് വേറെ കാര്യം പറയാനാണ്. വേണ്ട വേണ്ട. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്താ ഇതാ, നീ എന്നോട് സത്യം പറയണം. ആരാ ഇവിടെ വന്നത്? എന്താ ഇവിടെ ഉണ്ടായത്? എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായത്? ഇവിടെ എന്താ ഉണ്ടായത്? എന്താ എല്ലാരും എന്നോട് ചോദിക്കുന്നത്? ഞാനുണ്ടായത് കടന്നു പോയോ? പോകോ പോകോ. അത് നായരെ,
നേരം സന്ധ്യ കയറായി ഹാജരെ. എന്ന് വെച്ച് നിങ്ങളിങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ പിന്നെ എന്താ ചെയ്യാ? കണ്ടോ കണ്ടോ യാ, മേനോ മാഷ വീട് വരെ നടക്കാൻ നിങ്ങൾക്ക് ഒക്കോ നായരെ? അതുകൊണ്ട് എന്ത് പ്രയോജനം? ചിലപ്പോ ഓന്റെ അമ്മ ഓനെ പൂട്ടിയിട്ടിട്ടുണ്ടെങ്കിലോ? ആ, അത് ശരിയാ. എന്നാ ഒട്ടും താമസിക്കേണ്ട, കൈയോടെ പിടിച്ചോണ്ട് പക്ഷെ വരാം. അതാരാ പന്തലുള്ള ഒരു വിവരം അറിയണ്ട. ഞാനൊരു അക്ഷരം എന്നാ പറയാം. നീ വേഗം അങ്ങോട്ട് ചെല്ല്. ആ ബാ ഓട്. കേശവാ, കേശവാ, ഒന്ന് ഞങ്ങൾ വേഗം അങ്ങനെ എത്തിച്ചേ. ഒന്ന് വേഗാട്ടെ. വെള്ളം തേകളെ വെള്ളമൊക്കെ കിടന്നോട്ടെ. ഒന്ന് വേഗാട്ടെ. നിങ്ങൾ കൈക്കോൽ അങ്ങോട്ട് കൊടുക്കും അത്യാവശ്യമായിട്ടല്ലേ? ഒന്ന് വേഗാട്ടെ, ഒന്ന് വേഗാട്ടെ. ആ നേരെ വേഗം അങ്ങനെ എത്തിക്കൂ. ഭഗവാനെ, ഭഗവതി, നേരെ നാരായണ. ഓ, ഒന്ന് വേഗാട്ടെ, വേഗാട്ടെ. ആ എന്തായി? ഈ നാട്ടിൽ ഇനി ചെറിയാൻ സ്ഥലമൊന്നുമില്ല. അന്വേഷിച്ച് പോയിട്ട് അക്കരയ്ക്ക്. മുഹൂർത്തത്തിന് അധികം സമയമൊന്നുമില്ലല്ലോ. എനിക്കും അതന്നെ പേടി. തനിക്ക് എന്താ തോന്നണത്? എനിക്ക് തോന്നുന്നില്ല അയാളെ കിട്ടുന്നു. എന്താ പറഞ്ഞാരാ? എവിടെ കിട്ടുന്നവരൊക്കെ? ഇനിയിപ്പം പറയാതിരുന്നിട്ട് എന്താ കാര്യം? എന്താ? നോക്കേ ഒന്നുമില്ല. മേനോ മാഷ കാണുന്നില്ല. ഞങ്ങൾ രാജ്യം മുഴുവൻ അന്വേഷിച്ച് നടന്നുണ്ട്. അയാൾ എവിടെ മുങ്ങിന്നാ എനിക്ക് തോന്നുന്നത്. കല്യാണം നടക്കില്ലേ? കല്യാണം നടക്കൂല. അയാൾ പറ്റിച്ചെന്നാണ് എന്റെ വരുമാനം. വീട്ടിൽ അന്വേഷിച്ചു, എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. കെട്ടണപ്പ എന്റെ കാവിലമ്മേ, ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ ഇരിക്കിങ്ങോട്ട്. എന്താ പിന്നെയും വന്നത്? എന്റെ മാനം കാക്കണമെന്ന് പറയാൻ പറ്റുന്നതാ. ഞാനെന്താ നിങ്ങളുടെ മാനം പാട്ടത്തിനെടുത്തിരിക്കുകയാണോ? അയ്യോ, അതല്ല. പിന്നെ നിങ്ങൾ നിങ്ങളുടെ മോനെ ഒന്ന് തുറന്നു വിടി. മോന്റെ കല്യാണമാണെന്ന്. എന്താ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ചെലക്കണ മാപ്പിളെ? എന്ത് വിരോധം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം. ഇക്കാര്യത്തിൽ മാത്രം നിങ്ങൾ വാശി പിടിക്കരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ മോനെ ഒന്ന് തുറന്നു വിടണം. ഇവിടെ മോനുമില്ല മരുമോനുമില്ല. എന്റെ മോനെ ജന്മം നിങ്ങൾ പാഴാക്കരുത്. എന്റെ മോനെ നിങ്ങളല്ലേ വശീകരിക്കാൻ നോക്കിയത്? വിഷയമൊക്കെ പിന്നെ പറയാ. നിങ്ങൾ മാഷ പൂട്ടിയിട്ട മുറിയുടെ താക്കോൽ ഇങ്ങോട്ട് തരി. മാഷേ, ദേ അയ്യപ്പൻ നായർ ആചാര്യം വന്നിട്ടുണ്ട്. ഇവിടെ ആരെയും പൂട്ടിയിട്ടിട്ടില്ല. എന്റെ വാക്ക് കേൾക്കാതെ അവൻ കല്യാണത്തിന് സമ്മതിച്ചാൽ അങ്ങനെ ഒരു മോൻ എനിക്കില്ലെന്ന് ഞാൻ വിചാരിക്കും. അവന്റെ സ്ഥാനം ദേ ആ പടിക്ക് പുറത്താ. അല്ലാതെ നിങ്ങളെ പേടിച്ച് അവനെ പൂട്ടിയിടേണ്ട കാര്യമൊന്നും എനിക്കില്ല. അപ്പൊ എവിടെയും ഇല്ലേ ഹാജാര്? രണ്ടെണ്ണം കടന്നു പോകുന്നുണ്ടോ അതോ ഞാൻ ചൂടെടുക്കണോ? ചൂലിന്റെ കാര്യം കളാ. അത് നമ്മുടെ വീട്ടിലും കാണും. നടക്കാരെ ഇവിടെ പോയി. ആ പോയ കാര്യം എന്തായി? അയാളുടെ പൊടി പോലെ ഈ ദുനിയാവിൽ എങ്ങുമില്ല. മാനം കെട്ടത് മിച്ചം. അതെന്താ? വിശേഷിച്ചൊന്നുമില്ല. ആ തള്ള ചൂലെടുക്കുമെന്ന് പറഞ്ഞു. കൊല്ലായിരുന്നില്ലേ അതിനെ? നിങ്ങളിങ്ങനെ തലയും താഴ്ത്തിയിരുന്നാലും നാട്ടുകാർ മുമ്പ് നാണം കിടന്നതിനേക്കാൾ ചാവുന്നതാ ഭേദം. മാളവമ്മേ, നിങ്ങൾ അകത്തു അകത്ത് പോകാനാ പറഞ്ഞത്. അധികാരി ഞങ്ങളെ രക്ഷിക്കണം. ഈ കല്യാണം നടക്കാതിരുന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.
ആ മേനോ ഇനി വരുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ തീരുമാനിച്ച മുഹൂർത്തത്തിൽ ഈ പന്തൽ വെച്ച് അമ്മുവിന്റെ കല്യാണം നടക്കണം. അത്രയല്ലേ അയ്യപ്പൻ നായർക്ക് വേണ്ടു? ഇത്രയും കേട്ടു. എന്നാ അത് ഞാൻ നടത്തും. അപ്പുണ്ണി, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഒന്നവിടെ വരെ വരും. നോക്കൂ. അപ്പുണ്ണി ഇരിക്കൂ. ഇരിക്കും മോനെ. ഇരിക്കണോ? നടന്നതൊക്കെ കേട്ടല്ലോ അല്ലേ? കേട്ടു. നീ ഇപ്പൊ എന്താ കണ്ടിരിക്കണേ? ഞാൻ എന്താ വേണ്ടേ? എന്നാൽ നീയാണ് വരൻ. എന്നെ കാണാനില്ലെങ്കിൽ പകരം നിൽക്കാൻ ഞാൻ അല്ലേ? അയ്യപ്പൻ നായർ കാണിച്ചത് എണ്ടിത്തരവാ. നല്ല ഒന്നാം തരം ചെക്കൻ വീട്ടിലുള്ളപ്പോ ഒരിത്തിരി കാശ് കൂടുതലുണ്ടെന്നും പറഞ്ഞ് മറ്റൊരുത്തന്റെ പിന്നാലെ പോവാന്ന് വെച്ചാൽ തെണ്ടിത്തരവാ. പക്ഷെ ആരെന്തൊക്കെ പറഞ്ഞാലും ദൈവം എന്നൊരാൾ മുകളിലിരിപ്പുണ്ട്. അമ്മു അപ്പുണ്ണിക്കാന്നാ ദൈവനിശ്ചയം. അതാരെ കൊണ്ടെങ്കിലും തടുക്കാനാവും അപ്പുണ്ണി? എനിക്ക് കല്യാണേ വേണ്ട. സമ്മതിച്ചു. പക്ഷെ അമ്മ നിന്റെ ആരാ? അമ്മാവന്റെ മകളല്ലേ? അവളുടെ കല്യാണം മുഹൂർത്തത്തിന് ആള് വന്നില്ല എന്നുള്ള കാരണം കൊണ്ട് നടക്കാതെ പോയാൽ അതിന്റെ പേര് ദോഷം ആർക്കാ? തറവാടിനല്ലേ? ഇവിടെ ഇപ്പൊ ആരാ തറവാടി? അപ്പുണ്ണിയല്ലേ? അപ്പൊ തറവാടിന്റെ മാനം കാക്കേണ്ടത് നീയാ. നീ ഇരിക്കേ പറയട്ടെ. അയ്യപ്പൻ നായരല്ല, ഇനി അപ്പുണ്ണി നായരാ പേരാറ്റ് പടവിട്ട് നോക്കേണ്ടത്. നാലാള് പറയട്ടെ അമ്മാവൻ ചെറ്റയും മരുവൻ അന്തസ്സുള്ളവനാന്ന്. മോനെ, ഇപ്പൊ നീയും നിന്റെ അമ്മാവനെ പോലെ മണ്ടത്തരം കാണിച്ചാല് നാളെ ഓള് പെരുവയിലാണ്. അമ്മൂന് നാട്ടുകാർ കളിയാക്കുന്നത് കാണാനുള്ള ചങ്കുറപ്പ് നിനക്കുണ്ടോ പുണ്യെ? ഉണ്ടോ? എത്രയായാലും ഓളുടെ ഉള്ളിന്റെ ഉള്ളില് നീയാ. അത് ഞമ്മക്കറിയാം. അല്ലെങ്കിൽ പടച്ചോൻ ഇങ്ങനൊന്നും വരുത്തൂല. അവക്കാ മേന്നെയായിരുന്നില്ല ഇഷ്ടം. അതൊക്കെ വെറും കുട്ടിക്കളിയല്ലേ പുണ്യെ? പിന്നെ കുറെ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയതും. ബാക്കി ദേ ഈ നിൽക്കുന്ന നിന്റെ അമ്മാവന്റെ അത്യാഗ്രഹവും. ഓർമ്മ വെച്ച കാലം പോലെ അമ്മ നിന്റെ അല്ലേ പുണ്ണി? ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല, സ്വയം അറിഞ്ഞു ചെയ്യേണ്ടതാ. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. വടവാചേൻ നമ്മുടെ തറവാടിന്റെ മാനം കാക്ക പുണ്ണി. അല്ല ഇത് എന്നെ കൊന്നോ? അമ്മാവ കരയണ്ട. നോക്കി വേണം മരുന്ന്
ഇതും കൂടെ മാറ്റി വെക്ക്. എടാ സംഭാരത്തിന് ഉപ്പ് മതിയോ നോക്ക്, സംഭാരത്തിന് ഉപ്പ് മതിയോ നോക്ക്, എന്നിട്ട് വേണം വിളമ്പാനെടുക്കാൻ. അപ്പൊ വട്ടദോഷായി. പോവുകയാണല്ലേ? പിന്നെ കാണാം. ശരി. സത്യ ഗംഭീരായി പറയാതിരിക്കാൻ പറ്റില്ല. ആ കാര്യത്തിൽ നായരെ നമ്മൾ സമ്മതിച്ചിരിക്കണം. താലി കെട്ടിട്ട് മുമ്പുള്ള അയ്യപ്പൻ നായരുടെ വെപ്രാളൊന്നും കാണേണ്ടതായിരുന്നു. പടനായരുടെ ശൗര്യം നമ്മൾ കണ്ട്. അപ്പുണ്ണിയോടെ കെട്ടി കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലല്ലോ. അവര് മണവറക്കകത്ത് കയറി ബാഗടച്ചില്ലേന്ന്. ഇത്ര വേഗോ? കാര്യം കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ താമസിക്കുന്നത്? വീണ്ടും കിളി ഇനിയും പറന്നു പോകുന്നു പേടിച്ചിട്ടാവും. കിളി കൂട്ടിലായില്ല ആചാരെ, ഇനി എങ്ങോട്ട് പറക്കാനാ? അത് തന്നെ. ആരാ ഇപ്പൊ സദ്യ കഴിഞ്ഞിട്ട് വരുന്നത്? പെട്രോമാക്സും ഒക്കെ ആയിട്ട് ആരാ? വരുമ്പത്തൊക്കെ വരുന്നുണ്ട്. നമ്മള് മേനോ മാഷല്ലേ വരുന്നത്? എങ്ങോട്ടാ? അമ്മ പോയല്ലോ അല്ലേ? അമ്മയോ? ഇവിടെ അമ്മയും ഇല്ല അച്ഛനും ഇല്ല. കടന്നു പൊയ്ക്കാ വേണം. എന്താ അയ്യപ്പനാരെ ഈ പറയണത്? ആളുകളെ അവമാനിക്ക്. അപമാനിക്കുന്നതിന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്ന ഭേദം. എടോ എന്നെ ദേഹത്താരെങ്കിലും കൈവയ്ക്കുന്നതിന് മുമ്പ് സ്ഥലം വിടാൻ നോക്കുക. എവിടെയായിരുന്നു മാഷെ നിങ്ങള്? ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. വെടുപ്പായി കഴിഞ്ഞു. അമ്മുന്റെ കഴുത്തിൽ അപ്പുണ്ണി താലി കെട്ടി. കെട്ടി ചതിച്ചോ? നിങ്ങളെ ഒരു ദിക്കിലും കാണണ്ടായ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് മാനം കാക്കണം. അപ്പുണ്ണി ഇത് കാത്തു. നിങ്ങളൊക്കെ കോണോട് താണുങ്ങളെന്ന് പറഞ്ഞ് നടക്കണേന്തിനാ? മുഹൂർത്തത്തിന് പന്തലിൽ വരാതെ എങ്ങാണ്ട് പോയി ഒളിച്ചിരിക്കുന്നതാണോ ആണത്തം? അതിന് കാരണമുണ്ട്. എന്ത് കാരണം? മുഹൂർത്തത്തിന് പന്തലിലെത്തി കെട്ടിത്തൂങ്ങിച്ചാവുന്ന അമ്മ പറഞ്ഞിരുന്നു. പറഞ്ഞ പോലെ ചെയ്യുന്നത് അമ്മ. ആകെ കൂടിയുള്ള ഒരു അമ്മ ആത്മഹത്യ ചെയ്യുന്നത് ആരാ നോക്കി നിൽക്കുക? അപ്പൊ മേനോൻ പറഞ്ഞു നമുക്കൊരു ബുദ്ധി ചെയ്യാന്ന്. ആരോടും മിണ്ടാതെ സ്വല്പം ഒന്ന് മാറി നിൽക്കുക. മുഹൂർത്തത്തിന് അമ്മ പന്തലിൽ വരും, മകനെ കാണാതെ സന്തോഷമായിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്താന്ന്. എന്നാ വിവരം നിങ്ങളൊന്ന് അറിയിക്കണ്ടേ? നിങ്ങൾ അറിഞ്ഞ എങ്ങനെയെങ്കിലും ആ വിവരം അമ്മയുടെ ചെവിയിലെത്തും. അതുകൊണ്ട് മിണ്ടായിരുന്നതാ. ഇതൊക്കെ ഒരു കാരണമാണ് മാഷെ. പറഞ്ഞ നാലാള് വിശ്വസിക്കോ? അല്ല, മേന്റെ അമ്മയോടുള്ള പേടിയാണോ കല്യാണത്തെക്കാൾ വലുത്? അമ്മ പറയുന്നത് വിട്ട് ഒരടി നടക്കാത്തവനാ മേനോൻ. അങ്ങനെ വളർന്നവരുടെ മനഃശാസ്ത്രം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കല്യാണം കഴിച്ച പെണ്ണിനെ നാളെ ഉപേക്ഷിക്കണമെന്ന് അമ്മ പറഞ്ഞാലോ? ചിലപ്പോ അതും ചെയ്തു വരും. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് കല്യാണം കഴിക്കാനുള്ള യോഗ്യതയില്ല. അയ്യപ്പൻ നായരെ, താൻ ഭാഗ്യവാനാ. ഒന്നുമില്ല, തന്റെ ആണുള്ള ചെക്കനാണല്ലോ ആ പുണ്ണി. ഇയാളെ പോലെ നട്ടലില്ലാത്തവർക്ക് പെണ്ണിനെ പിടിച്ചു കൊടുക്കാൻ നന്നായി. ഇനി ഞങ്ങൾ മുഹൂർത്തത്തിന് വരാൻ താമസിച്ചു എന്ന് വെക്കും. നിങ്ങൾ അമ്മൂനെ വേറൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുണ്ടോ? ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് നാണോ മാനമുള്ളവരാണ്. എന്താ മേനെ നിങ്ങളുടെ അതിബുദ്ധി കൊണ്ടുണ്ടായ മാനക്കേടൊന്നും പോരെ. ഇനി ഒരു മിനിറ്റ് അവിടെ നിൽക്കില്ല. വടം അവരെ അടിച്ചു ഓടിക്കുന്നവരെ താൻ അവിടെ നിൽക്കും. മേനോൻ എന്താ നിൽക്കുന്നത്? പൊക്കൂടെ? പുണ്യല്ലേ താലി കിട്ടിയത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ. അപ്പൊ മൊഴി ചൊല്ലി വീണ്ടും കെട്ടാനാ? താൻ ഇപ്പോഴും തയ്യാറാണെന്ന് അർത്ഥം അല്ലേ? കേട്ടില്ലേ അയ്യപ്പൻ നായര്? കേട്ടു. അപ്പുണ്ണിയോട് അധികാരി ഒന്ന്. ഇനി അപ്പുണ്ണിയുടെ കാല് പിടിക്കാൻ ആ നാറ്റപ്പണിക്ക് എന്നെ കിട്ടില്ല. ഒരു പടനായ ഹാജിയാര് ഇതിനെക്കാണ ഭേദം തനിക്കിതേ ഈ പണി നടത്തിയല്ലോടെ നല്ലത്.
അപ്പുണ്ണിയോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം. മേനോൻ വാ. അപ്പുണ്ണിയെ, അപ്പുണ്ണി, നീ വാതിലൊന്ന് തുറക്ക്. വാതിൽ തുറക്കണ മോനെ. മനസ്സില്ല. ദാ നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒന്നും പറയണ്ട, അവൻ വന്നല്ലേ, കേട്ടു ഞാൻ ലഹള. തറവാടിന്റെ മാനം കാക്ക അപ്പുണ്ണി. താലി കേട്ടിട്ട് ഇത്ര നേരല്ലേ ആയിട്ടുള്ളൂ. അമ്മാവ പറയട്ടെ, നീ വാതിൽ തുറക്ക്. ആണുങ്ങളായ വാക്കിന് വില വേണം. കടന്നു പോകാൻ പറയച്ചാ.